ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ട് ഉച്ച കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ ഞാൻ നിന്നെ വിളിക്കും. എന്നോട് പറഞ്ഞു, പാസ്റ്റർ വിളിക്കും, ഫോൺ എടുക്കാം. ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞു. ദൈവമക്കളെ, ഞാൻ കൂടെ പറയാറുണ്ട്, ഒരു മനുഷ്യൻ തകർന്നാൽ പിന്നെ അവന് ഒന്നിനും കൊള്ളത്തില്ല. പക്ഷെ ഇന്ന് രാത്രി നമ്മുടെ ഒരൊറ്റ പ്രാർത്ഥന മതി. പലർക്കും ഈ പ്രാർത്ഥനയൊക്കെ പുച്ഛമാണ്. ഒരു പ്രാർത്ഥനക്കാരൻ, പക്ഷെ പ്രാർത്ഥിക്കുന്നുകൊണ്ടാണ് പലരും ഇന്നും ജീവനോടിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ കരവൊന്ന് കോർത്ത് പിടിച്ചേ, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവം ഒരു അത്ഭുതം ചെയ്യും. എനിക്ക് തോന്നുന്നു അത്രയും ഒരു പ്രതിസന്ധി ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ആരും അനുഭവിക്കുന്നില്ല. അവർ നമ്മുടെ ആരുമല്ല, അവരാരുമാകട്ടെ, കർത്താവിന് വിടിവിപ്പാൻ കഴിയുമല്ലോ, ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയുമല്ലോ. ഇന്ന് രാത്രി ആമേൻ, നമ്മുടെ നടുവിൽ കർത്താവിന്റെ ദാസൻ ടിറ്റസ് ബ്രദറുണ്ട്. ഇതേ സമാനമായ ഒരു വലിയ പ്രതിസന്ധിയുടെ അകത്തുന്ന തൻ്റെ ദാസനെ ദൈവം പിടിച്ചു പുറത്തോണ്ട് വന്നേ. അങ്ങനെയാണെങ്കിൽ ആ ദൈവം ഇന്നും ജീവിക്കുന്നു. നമ്മളെല്ലാവരും കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ടിറ്റോസ് ബ്രദർ തന്നെ എഴുന്നേറ്റ് നിന്ന് ആമേൻ അട്ടോണിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് രാത്രി ദൈവം ഇറങ്ങണം, കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണം. അബ്ജപ്തി നോട്ടീസ് പിൻവലിക്കണം. ആ കുടുംബങ്ങൾ വഴിയാധാരമാകരുത്. യേശു അത്ഭുതം ചെയ്യും. പ്രാർത്ഥിച്ചേ. യേശുപ്പാ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. അപ്പാ, താങ്ക് യു ജീസസ്. യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ദൈവമോ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുയേശുവിന്റെ ദാനത്തിനൊത്തവണ്ണം തീർത്തു തരാമെന്ന് പറഞ്ഞു. ആമേൻ. കർത്താവ് അങ്ങനെ ചെയ്തത് കൊണ്ട് നമ്മുടെ കരമുയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിൽ നിങ്ങൾ വീട്ടിൽ ചെന്നാൽ ആമേൻ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പ്രാർത്ഥിക്കണം, ശക്തമായി പ്രാർത്ഥിക്കണം. ദൈവിക വിടുതലുകൾ ദൈവം അഴക്കാൻ. ആ കസേരയിലോട്ടൊന്ന് കയറിയിരിക്കാം മക്കളെ, ഒന്ന് കയറിയിരിക്കാമോ? അത്രയും നിങ്ങൾ മൂലക്ക് പോയിരുന്നാൽ എനിക്ക് ഒന്ന് കയറിയിരുന്നേ. അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നതിന് നല്ലതല്ലേ കുറച്ച് കയറിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒരല്പസമയം തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. യൂദായുടെ ലേഖനം ഒന്നെടുക്കാമോ? യൂദായുടെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ, എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് എന്ത് ചെയ്തു? തർക്കിച്ചു വാദിച്ചു. ആമേൻ, സ്തോത്രം. എനിക്ക് തോന്നുന്നത് സ്തോത്രം, വേദപുസ്തകം വായിച്ചു വരുമ്പോൾ പിശാചിനോട് തർക്കിച്ചു വാദിച്ച ഒരാളെ നമ്മൾ കാണുന്ന ഇയാളെയാ അല്ലേ? എമ്മവസിലേക്ക് പോയ 2 ശിഷ്യന്മാരെ നിങ്ങൾക്കറിയാം. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം കഴിഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് അറിയാതെ, യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റു എന്നറിയാതെ 2 പേർ എമ്മവസിലേക്ക് പോവുകയാണ്. അവർ പോകുമ്പോൾ ലൂക്കോസ് അവസാനമുണ്ട്, അവരോട് ചേർന്ന് ഒരു മനുഷ്യൻ നടക്കുക. അവരുടെ കണ്ണുകൾ നിരോധിക്കപ്പെട്ടിരുന്നു. ആരാണ് എന്ന് അവർക്ക് സംസാരിക്കുന്നത് അറിവില്ലായിരുന്നു. അവനിങ്ങനെ സംസാരിച്ച് നടക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, സംസാരിച്ചും തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ തമ്മിൽ സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്യുകയാണ്. യേശു താനും അടുത്ത്. അപ്പോ ഈ എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാർ തർക്കിക്കുന്നുണ്ട്, വാദിക്കുന്നുണ്ട്. ഒരാളെ ജയിക്കാൻ അതിനുവേണ്ട തർക്കമൊക്കെ നടക്കുക. ഒരുപാട് പേരൊന്നുമില്ല, 2 പേരേ ഉള്ളൂ. അവിടെ തർക്ക വിഷയം എന്ന് പറയുന്ന മറ്റൊന്നുമല്ല, ഉയർത്തെഴുന്നേറ്റ
അല്ലെങ്കിൽ മരിച്ചു പോയ കർത്താവിനെ കുറിച്ച്. അവൻ ഉയർക്കുമെന്നും അവൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരുമെന്നൊക്കെ ഇവർക്ക് വിശ്വാസമുണ്ട്. അവർ ഈ ചർച്ചയിൽ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അത്രയും വിശ്വാസം പോരാ. അപ്പോൾ അങ്ങനെ തർക്കിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഈ വേദപുസ്തകം എൻ്റെ ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ക്ഷമിക്കണേ. ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇനി സ്തോത്രം, അത് നിങ്ങൾ എന്നേക്കാൾ വേദവചനം പഠിക്കുന്നവരും അറിവുള്ളവരും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു വാക്യം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഇട്ട് തരണം. എനിക്കും അതിനോട് ചേർന്ന് പഠിക്കാനാ, മറ്റൊന്നിനുമല്ല. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ പിശാചുമായിട്ട് നേരിട്ട് തർക്കിച്ച് വാദിച്ചു, അല്ലേ? നമുക്കറിയാം, യേശു കർത്താവ് ഉപവാസം കഴിഞ്ഞ് വെളിയിൽ വരുമ്പോൾ പരീക്ഷകൻ അടുത്തു വരുന്നുണ്ട്. യേശു അവൻ വചനം പറയുന്നു, തിരിച്ച് യേശുവും വചനം പറയുന്നു. ഒടുവിൽ കർത്താവിനോട് പറയുന്നുണ്ട്, നീ എന്നെ വീണ് എന്ത് ചെയ്യാൻ? നമസ്കരിക്കാൻ. അപ്പൊ ആരാധന വിഷയം വരുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. അവിടെയും ഒരു തർക്കമൊന്നുമില്ല, ഒരു ആർഗ്യുമെന്റ്സിലോട്ടൊന്നും പോകുന്നില്ല. അവൻ ഒരു വചനം പറയുന്നു, ബദലായി യേശു ഒരു വചനം പറയുന്നു. വചനത്തെ ആമേൻ, അവൻ പറയുന്ന വചനത്തെ കർത്താവ് വചനം കൊണ്ട് പ്രൂഫ് ചെയ്ത് അവനോട് എതിർത്ത് നിൽക്കുന്നു. പക്ഷെ ഒടുവിൽ വന്നപ്പോൾ യേശു പറഞ്ഞു, സാത്താനെ എന്നെ വിട്ട് പോ. അതോടെ പോയി. പക്ഷെ ഒരു വാദമൊന്നും നടന്നില്ല, അല്ലേ? പക്ഷെ മോശയുടെ ശരീരത്തെ കുറിച്ച് ഒരു ഭയങ്കര വാദം നടക്കുക. ആരാ വാദിക്കുന്നത്? പിശാച് ആണ് വാദിക്കുന്നത്. ആരോടാ വാദിക്കുന്നത്? മീഖായേലിനോടാ വാദിക്കുന്നത്. എന്തായിരിക്കും ഇങ്ങനെ ഒരു വാദം ഒരാളെ കുറിച്ച്, അല്ലേ? ഇപ്പൊ കേരളത്തിൽ മുഴുവൻ ഭയങ്കര വാദം നടക്കുക, അല്ലേ? 7 മണിക്കത്തെ ചാനൽ ചർച്ചയ്ക്ക് വേണ്ടി വാദിക്കാൻ സ്തോത്രം 2 പാർട്ടിക്കാർ വരുന്നു, കണ്ടവർ വരുന്നു, നോക്കി നിന്നവർ വരുന്നു, എല്ലാവരും വരിക. ചാനൽ ചർച്ച, ഒരു പ്രതിവാദം നടക്കുക. എന്തൊക്കെയാ വിഷയം എന്ന് വെച്ചാൽ അവർ വിഷയം കൊടുക്കും. ചിലർക്ക് ആ TV-യിൽ മുഖം കാണിക്കാൻ ഒരു അവസരം, TV-ക്കാർക്ക് റൈറ്റിംഗ് കൂട്ടാൻ ഒരു അവസരം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമ്മുടെ കയ്യിലെ കാശ് പോകാൻ ഒരു അവസരം, അല്ലേ? ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ ഇവർ രണ്ടുപേരും കൂടി വാദിക്കുന്നത് ഒരാളുടെ വിഷയമാണ്. ആരാണ് ആ വ്യക്തി? മോശയാണ് വ്യക്തി. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെ കുറിച്ച് ഇത്രയും വാദിക്കാൻ, ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, നമ്മൾ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തു, നമ്മളൊരു കോടതി ചെന്നാൽ കോടതി സമക്ഷം നമ്മൾ ചെന്ന് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റ് ഉണ്ടാവും, അല്ലേ? നമുക്കിനി അഡ്വക്കേറ്റിന് വെക്കാൻ കാശില്ലെങ്കിൽ സർക്കാർ വെക്കും നമുക്ക് വേണ്ടി വാദിക്കാൻ. അപ്പോ സ്തോത്രം, നമ്മുടെ നല്ല വശങ്ങളൊക്കെ അവിടെ മാന്യമായി തെളിയിക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ ഇവിടെ ദൈവദാസനായ മോശയ്ക്ക് വേണ്ടി വാദിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്നത് ഈ ലോകത്തുള്ള ഒരാളല്ല, പ്രധാന ദൂതൻ. എനിക്ക് മനസ്സിലാകാത്ത മോശയ്ക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി ദൈവം ഇറക്കിയിരിക്കുന്ന ആളൂരാനെയോ വാളൂരാനെയൊന്നുമല്ല, പകരം ഒരു മനുഷ്യനെ ദൈവം ഇറക്കി നിർത്തിയിരിക്കുക. അത് ദൈവത്തിന്റെ ദൂതനായ പ്രധാന ദൂതനാണ്. സ്തോത്രം. ഞാനിനി ഒരു ദൂതുകൂടി പറയുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടി ഹല്ലേലൂയ പറയാൻ ഒരു ആവേശം തോന്നും. പ്രധാന ദൂതൻ മോശയ്ക്ക് വേണ്ടി വാദിക്കാൻ ഇറങ്ങിയെങ്കിൽ ആമേൻ, ഒടുവിലത്തെ പഴയ നിയമത്തിന്റെ കണ്ണി, ഒടുവിലത്തെ പ്രതിപുരുഷൻ യോഹന്നാൻ സ്നാപകനാണ്, അല്ലേ? പഴയ നിയമത്തിന്റെ ഒടുവിലത്തെ വക്താവ് എന്ന് പറയുന്നത് സ്നാപക യോഹന്നാനാണ്. അവനെ നോക്കിയിട്ട് യേശു പറയുകയാണ്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ദൈവരാജ്യത്തിൽ യോഹന്നാനേക്കാൾ വലിയവനാണ്, അല്ലേ? ശരിയല്ലേ? യോഹന്നാനേക്കാൾ വലിയവൻ. അടുത്തൊരു വാക്യം പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും. പഴയ നിയമത്തിലെ മോശയ്ക്ക് വേണ്ടി വാദിക്കാൻ പ്രധാന മീഖായേൽ ഇറങ്ങി. പക്ഷെ എനിക്കും നിനക്ക് വേണ്ടി യോഹന്നാൻ 17-ലും 14-ലും ഒക്കെ വാദിക്കുന്നത് മീഖായേലും ലൂസിഫർ ഒന്നുമല്ല, എനിക്കും നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണക്കുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഔവണ്ണം തന്നെ
തന്നെ നിങ്ങളുടെ ബലഹീനതകളിൽ നിങ്ങൾക്ക് തുണ നിൽക്കേണ്ടതിന് ആരാ തുണ നിൽക്കുന്നത്? യേശു തമ്പുരാനാണ് നിങ്ങൾക്ക് തുണ നിൽക്കുന്നത്. ഇന്ന് രാത്രി സകല അന്ധകാര വ്യാപാര പിശാചുക്കളും ഇന്ന് രാത്രി കേൾക്കട്ടെ, എനിക്കും നിനക്കും വേണ്ടി വാദിക്കാൻ നിൽക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, എനിക്ക് ഉയരത്തിൽ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, എന്റെ ജാമ്യക്കാരൻ സ്വർഗത്തിലാണ്. ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവ പൈതലേ, നിനക്കൊരു ജാമ്യക്കാരൻ ഉണ്ട്, നിനക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്. അത് പ്രധാന ദൂതനായ മീഖായേൽ അല്ല, പകരം നിനക്ക് പകരക്കാരനായി ക്രൂശിൽ യാഗമായി എന്നേക്കും മരിച്ച ഉയർത്തെഴുന്നേറ്റ് ഇന്ന് രാത്രി ഈ ആലയത്തിന്റെ നടുവില് ഉലാത്തുന്നവനായ നിന്റെ അടുക്കൽ നിൽക്കുന്ന, നിന്നെ തൊടുന്ന, നിന്നെ സൗഖ്യമാക്കുന്ന, നിന്റെ മുറിവുണക്കുന്ന, നിന്നിലുള്ള അശുദ്ധികൾ എടുത്തു മാറ്റുന്ന കർത്താവിന്റെ സാന്നിധ്യമാണ് നിനക്ക് പകരക്കാരനായി നിൽക്കുന്നത്. ആ ദൈവമാണ് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്. ആ ദൈവമാണ് നിനക്ക് വേണ്ടി വാദിക്കുന്നത്. എങ്കിലും എനിക്ക് ഈ വാക്യം ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ ഇതൊന്ന് തൊട്ടിട്ട് വേഗത്തിൽ വരാം കേട്ടോ. ആമേൻ. അപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം. അങ്ങനെ ഇരുന്നാലേ ഒരു വചനത്തിലെ ഒരു വിടുതൽ നടക്കുകയുള്ളൂ. ദൈവമക്കളെ, സൃഷ്ടികൾക്ക് മുൻപ് നമുക്കറിയാം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു. ആ വാക്യം നിങ്ങളെടുത്ത് വായിച്ചിട്ടുണ്ട്. എന്നാൽ ആമേൻ, മറ്റു ചില പുസ്തകങ്ങൾ, യോബിന്റെ പോലുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ സദൃശവാക്യങ്ങളും ഒക്കെ നമ്മൾ കൂട്ടി പഠിച്ചു വരുമ്പോൾ ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ അന്ന് പ്രഭാത നക്ഷത്രങ്ങൾ എന്ത് ചെയ്തു? ആർത്തുഘോഷിച്ചു. അല്ലേ? മനസ്സിലായില്ലല്ലേ? പറയാം. ഈ ചർച്ച് പണിയാൻ പോകുകയാന്നിരിക്കട്ടെ, ഈ ചർച്ച് പണിയാൻ ഞാൻ കല്ലിടുമ്പോൾ നിങ്ങളെല്ലാവരും കൂടി വന്ന് തമ്പുരാനെ ആർത്ത് സ്തുതിച്ച് ആരാധിക്കുന്നത് പോലെ ഭൂമിക്ക് ദൈവം അടിസ്ഥാനമിട്ടപ്പോൾ പ്രഭാത നക്ഷത്രങ്ങൾ എന്ന് വെച്ചാൽ കോടാനുകൂടി ദൂതന്മാർ ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ ആർത്ത് സ്തുതിച്ചു. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ നാം കാണുന്ന ഈ അക്ഷരികമായ ഭൂമിയുണ്ടല്ലോ, ഈ ഭൂമിയൊക്കെ ഉണ്ടാക്കുന്നതിന് ആമേൻ നൂറ്റാണ്ടുകൾക്കപ്പുറം ദൈവത്തിന്റെ സൃഷ്ടിയുടെ ആദ്യ മകുടമായിരുന്നു ആര്? ദൈവദൂതന്മാരെന്ന് പറയുന്നത്. സ്തോത്രം പറയാമോ? ഒന്നുകൂടി പറഞ്ഞാൽ, വെളിച്ചവും അഗ്നിയും കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു പ്രത്യേക അരൂപികളാണ് ദൈവദൂതന്മാർ. ഒന്നുകൂടി പറയാം, ഒരു ഭാഗത്ത് വെളിച്ചവും മറ്റൊരു ഭാഗത്ത് അഗ്നിയും എന്ന് വെച്ചാൽ അഗ്നിമയമായ ദൂതന്മാർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അവൻ നാം നോക്കിയാൽ അഗ്നിക്ക് തുല്യം, അവൻ സൂക്ഷിച്ചു നോക്കിയാൽ വെളിച്ചത്തിന് തുല്യം. അപ്പോ അഗ്നിമയമായും അവൻ വെളിച്ചത്തിന്റെ രൂപത്തിലും ദൈവം മാലാഖമാരെ ഉണ്ടാക്കി. ദൈവം മാലാഖമാരെ സൃഷ്ടിച്ചപ്പോൾ അവൻ നമ്മുടെ ഭാഷ പറഞ്ഞാൽ ചുരുക്കി ഉണ്ടാക്കിയില്ല, അവൻ കുറച്ചുണ്ടാക്കിയില്ല. സൃഷ്ടിപ്പിൽ തന്നെ കോടാനുകോടിയും ലക്ഷോപലക്ഷം ദൂതന്മാരെ സൃഷ്ടിച്ചു. ഒരു ഹല്ലേലൂയ എന്ന് പറയാമോ? അങ്ങനെയാ ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചത്. അങ്ങനെ ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ച കൂട്ടത്തിൽ ദൈവം ദൂതന്മാരിൽ തന്നെ പ്രധാന ദൂതന്മാരെ സൃഷ്ടിച്ചു. പ്രധാന ദൂതന്മാരെ കൊള്ളാല്ലേ? കോടാനുകൂടി ദൂതന്മാരെ സൃഷ്ടിച്ച ദൈവം അതിനകത്തുനിന്ന് ആമൻ സ്പെഷ്യലായിട്ട് ചില ദൂതന്മാരെ, അതെങ്ങനെ സ്പെഷ്യലായിട്ട്? അവർ പഠിച്ച കോളേജിന്റെ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയുടെ ആമൻ പ്രൗഢിത്വം ഒന്നുമല്ല അവരെ പ്രധാനമാക്കിയത്. സൃഷ്ടിച്ച നാളിൽ തന്നെ പ്രധാന ദൂതന്മാരായ ആ ദൂതന്മാർക്ക് പ്രത്യേകമായ ഒരു ആമൻ കൃപയും കഴിവും ഒക്കെ ദൈവം കൊടുത്തു. ഒരു സ്തോത്രം പറയാമോ? അങ്ങനെ സൃഷ്ടിച്ച ആ ദൂതന്മാരിൽ ഒരു പ്രധാന ദൂതനാണ് മീഖായേൽ എന്ന് പറയുന്ന. സ്തോത്രം ചെയ്യാൻ പറ്റുമോ? മീഖായേൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കെ ഒരു പക്ഷേ ഈ വചനം സത്യമാണെങ്കിൽ, ഈ വചനം വിശ്വസിക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി ആ ദൂതൻ ഇന്ന് രാത്രി ഇറങ്ങിയാലോ, നിന്റെ കുടുംബത്തിന് വേണ്ടി ഇറങ്ങിയാലോ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇറങ്ങിയാലോ, വേദപുസ്തകം പറയുന്നത് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് അത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഹല്ലേലൂയ പറ.
അമ്മേ, ആ ദൂതന്റെ പ്രത്യേകത ഒരു പോരാളിയായിട്ടാ ദൈവം സൃഷ്ടിച്ചത്. എന്നോടൊപ്പം നിങ്ങളുണ്ടോ? നിങ്ങൾക്ക് ഇത് കേൾക്കാൻ ഇഷ്ടമാണോ? പഠിക്കാൻ ഇഷ്ടമാണോ? ഓക്കെ. ദൂതനെ മീഖായേൽ ദൈവം ഉണ്ടാക്കിയത് ഒരു പോരാളിയായിട്ടാണ് ഉണ്ടാക്കിയത്. പോരാളി എന്ന് വെച്ചാൽ ശരീരം മുഴുവൻ അഗ്നിമയവും അഗ്നിമയവും അതുപോലെ വെളിച്ചത്തിന് സമാനവും. തൻ്റെ കയ്യിൽ ദൈവം ഒരു വാള് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു വാള്. ആ വാളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തിരിയുന്ന വാള്, അഗ്നിയുടെ വാള് എന്ന് വെച്ചാൽ ഇത് കത്തിക്കൊണ്ടിരിക്കും. ഞാൻ ഇങ്ങനെ അതിനങ്ങ് വ്യാഖ്യാനിക്കുക. ആ വാള് ഒന്ന് ഉയരത്തിൽ നിന്നും വീശിയാൽ ഒരു പക്ഷേ ദൂതന്റെ ശക്തിയും വ്യാപ്തിയും നിമിത്തം എവിടെയൊക്കെ ശത്രുക്കൾ തന്റെ കണ്ണിൽ പെടുമോ അത്രയും നീളത്തിൽ അതിന്റെ വെളിച്ചവും ശക്തിയും അതിന്റെ മൂർച്ചയും കൂടും. സ്വതന്ത്രം പറയാൻ പറ്റുമോ? ഒന്നുകൂടി പറയാ. ഇന്ന് രാത്രി ഇവിടെ നിന്ന പ്രധാന ദൂതന്റെ കയ്യിലെ വാള്, തീയുടെ വാള് ഒന്ന് കറക്കിയാൽ നിനക്ക് വിടുതൽ എത്ര കിലോമീറ്റർ ദൂരത്തിൽ വേണമോ അവിടെ വിടുതൽ തരാൻ കഴിവുള്ള ഒരു പ്രധാന ദൂതനെയാ ദൈവം സൃഷ്ടിച്ചാക്കിയത്. ഒരു പോരാളിയായ യുദ്ധൻ, ഒരു ശക്തനായ യുദ്ധൻ. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ആമേൻ. ആ പ്രധാന ദൂതനായ ആ ദൂതന്റെ പ്രത്യേകത ശ്രദ്ധിച്ച് കേൾക്കണം മക്കളെ. ആമേൻ. കേൾക്കാൻ ഇൻട്രസ്റ്റ്. നിങ്ങൾ പറയില്ലേ ശക്തിമാൻ സൂപ്പർമാൻ എന്നൊക്കെ പറയില്ലേ? അതുപോലെ ഒരു സൂപ്പർമാനാ പ്രധാന ദൂതൻ. എന്ന് വെച്ചാൽ മുഴു ശക്തിയും ദൈവം അവനങ്ങ് അറിഞ്ഞു കൊടുത്തു. അവൻ ചിലത് ചെയ്തതാ അവന്റെ മുമ്പിൽ കിടപിടിക്കാൻ പറ്റിയ ഒരു സ്വർഗീയ അരൂപികളും ആ സൃഷ്ടിപ്പിൽ ഇല്ലായിരുന്നു. അത്രയ്ക്ക് പവർഫുള്ളാണ് പ്രധാന ദൂതനായ മീഖായേൽ. എന്നാൽ ഇതിന് സമാനമായ മറ്റൊരു ദൂതനെ കൂടി ദൈവം സൃഷ്ടിച്ചു. അത് പ്രധാന ദൂതന്മാരുടെ ലിസ്റ്റിൽപ്പെടും. അത് ലൂസിഫർ ആണ്. ലൂസിഫറിനെ ഉണ്ടാക്കിയപ്പോ പ്രധാന ദൂതനായ മീഖായേലിനേക്കാൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താണെന്നറിയോ? ഇവനെ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ കൊച്ചി ഭാഷ പറഞ്ഞ ഒടുക്കത്തെ ഗ്ലാമർ കൊടുത്താ സൃഷ്ടിച്ച അവന്റെ തന്നെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു പോകത്തക്ക രീതിയിൽ അവൻ ആഡംബരം കൊണ്ടാ നിറച്ചേ അല്ലേ? നിന്റെ ആഡംബരവും നിന്റെ വാദ്യഘോഷവും എന്തേ ഇറങ്ങിപ്പോയതെന്ന് തമ്പുരാൻ ചോദിക്കുന്നുണ്ടല്ലേ? അവനെ സൃഷ്ടിച്ചപ്പോ ദൈവമക്കൾ കേൾക്കുന്നു, അവന്റെ ശരീരത്തിൽ മകത്ത് അവൻ വെളിച്ചം മാത്രമല്ല മുഴുവൻ രത്നങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു. എന്ന് വെച്ചാൽ അവനെ കാണുന്നവർക്ക് അസൂയ തോന്നും. അതുപോലെയോ ഉണ്ടാക്കിയത്. എന്റെ ഭാഷ പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം അവൻ 10,000ങ്ങളിൽ അതിസുന്ദരൻ. 1000 സൂര്യൻ ഒന്നിച്ചുദിച്ചാലും അവന്റെ മുഖശോഭ പോലെയാകത്തില്ലെന്ന് പണ്ട് പാട്ടുകാരൻ പാടിയെങ്കിൽ അത് കഴിഞ്ഞാൽ ആ സ്വർഗത്തിലെ ഗ്ലാമർ താരം എന്ന് പറയുന്നത് ദാണ്ടി നിൽക്കുന്നവനാ. അവന് ഭയങ്കര അധികാരമാ. എന്താണ് അധികാരം? ദൈവത്തിന്റെ സ്വരൂപമായ അല്ലെങ്കിൽ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ ചിറക് വിരിച്ചൊക്കെ നിൽക്കാൻ ഒരു പ്രത്യേക അധികാരം. മീഖായേൽ അത്രയും അടുത്ത് വരത്തില്ല, പക്ഷേ ഇവന് കുറച്ച് അതോറിറ്റി കൂടുതലാ അടുത്ത് ചെന്ന് നിൽക്കാൻ. അവൻ ദൈവത്തിന്റെ കൃപാസനത്തിൽ ചിറക് വിരിച്ചിങ്ങനെ പൊതിഞ്ഞൊക്കെ നിൽക്കാൻ ഒരു പ്രത്യേക പദവിയും ഒരധികാരമൊക്കെ കൊടുത്തു. ഞാന് ഈ വചനം ധ്യാനിച്ചപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യം ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കുക. തമ്പുരാനെ, പ്രധാന ദൂതനായ മീഖായേലിനേക്കാൾ എന്താ ഇവൻ ഇത്രയ്ക്കൊരു സൗന്ദര്യം വർദ്ധിച്ചത്? തമ്പുരാൻ എന്നോട് പറഞ്ഞു, പ്രധാന ദൂതൻ പട്ടാള വകുപ്പിന്റെ മേധാവിയാ, പക്ഷെ ഇവനുണ്ടല്ലോ എന്റെ സിംഹാസനത്തിന്റെ തൊട്ടു മുമ്പിൽ ചിറക് വിരിച്ച് നിൽക്കുന്നതാ. ഇനി അതിനെന്താ പ്രത്യേകത? പ്രത്യേക പറഞ്ഞു തരാം. കോടാനുകൂടി ദൈവദൂതന്മാർ രാപ്പകൽ ആരാധിക്കുമ്പോ ഇവരുടെ ആരാധനയുടെ മഹത്വം ദൈവസിംഹാസനത്തിലേക്ക് വരുമ്പോ ഇവനെ തട്ടി ഉരുമിയൊക്കെയാ കേറുന്നെ. മനസ്സിലായി കാണും. അങ്ങനെ ആ ഗ്ലോറി ഇവനെ തട്ടിയും ഉരുമിയൊക്കെ കേറുമ്പോ അറിയാതെ ഇവനും ഒന്ന് സൗന്ദര്യമായി. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പറയാ, ഈ ആരാധന ശരിക്കും ആരാധിച്ചാൽ, ആരാധന നല്ലതുപോലെ ആരാധിച്ചാൽ നിനക്കും ഇതൊക്കെ വരും. ഒരു സ്വതന്ത്രം പറഞ്ഞേ, നിന്റെ രൂപവും മാറും, നിന്റെ ഷേപ്പിനും വ്യത്യാസം വരും, നിന്റെ നിന്റെ സൗഖ്യത്തിനോ നിന്റെ ശരീരത്തിനുമൊക്കെ ആരാധനയിൽ ഒരു വിടുതൽ വ്യാപരിക്കും. അതുകൊണ്ട് ആരാധനയും മഹത്വം ഒന്നും ചെറുതല്ല ദൈവമക്കളെ.
സ്തോത്രം പറയാം. ഞാനതിന് ഇടക്കിടക്കൊക്കെ തമാശക്ക് ഇങ്ങനെ പറയാറുണ്ട്, ഈ നല്ലതുപോലെ നൃത്തം ചെയ്ത് ആരാധിക്കുന്നവരുടെ പ്രായം പറയാൻ പറ്റത്തില്ല. സ്തോത്രം. എടുത്ത് ചോദിക്കണം, അച്ഛൻ എത്ര വയസ്സായി അച്ഛാ? അത് എത്ര പറ, എത്രയായി? അത് നമ്മൾ അവരോട് പറയും, എത്രയായി? ഒരു 40, ഇച്ചിരി കൂട്ടിക്കോ. ഒരു 50, ഇച്ചിരി കൂട്ടിക്കോ. ഒരു 60 ഉണ്ടോ അച്ഛാ? എന്നാ ചിലർ നോക്കിയൊക്കെ 29 ആയുള്ള 60ന്റെ മട്ട അങ്ങോട്ട് സ്വത്രം പറഞ്ഞു. 29 ആയിട്ടുള്ളൂ, ഇരിപ്പ് കണ്ടിട്ട് എത്രയുണ്ട്? 60ന്റെ മട്ട. എന്നാ ജീവിതത്തിൽ കൈയടിക്കത്തില്ല, ജീവിതത്തിൽ ആരാധിക്കത്തില്ല. ഞാൻ എന്നോട് പറയാം, ഒരു ബ്യൂട്ടി പാർലറും പോകണ്ട, ഇതിനകത്തോട്ടൊന്ന് ആരാധിച്ച് നോക്കിക്കേ, നിന്റെ സൗന്ദര്യം വർദ്ധിക്കും. ഓ അല്ലല്ലോ എന്ന് പറഞ്ഞേ, ഓ പോരെ. എന്നിട്ട് കൈയൊന്ന് അടിച്ചങ്ങൊന്ന് ആരാധിച്ച്, ശക്തിയോടൊന്ന് ആരാധിച്ച്, ആരാധിക്കുന്നവൻ ആയുസ് കൂടുമെന്നേ, ആരാധിക്കുന്നവന്റെ ഗതി മാറുമെന്നേ. ഹല്ലേലൂയ. അങ്ങനെ ഈ ദൈവ സാന്നിധ്യം തട്ടി ഉരുമിയൊക്കെ ഈ സിംഹാസനത്തിലേക്ക് കയറുമ്പോ ഇതിനു മുമ്പിൽ നിന്ന ഈ കെരൂബിന് എന്താ പറ? ഭയങ്കര സൗന്ദര്യം. ഒരല്ലല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര സൗന്ദര്യം. ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ മുഖം നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒരു 10-15 ലൈറ്റാണ് വിട്ടിട്ടിരിക്കുന്നത്. സ്വതന്ത്രം പറഞ്ഞ് ലൂസിഫറിന് ഈ ലൈറ്റിന്റെ ആവശ്യമൊന്നുമില്ല, നിന്ന കത്തും. ഒരല്ലല്ലോ എന്ന് പറഞ്ഞ് നിന്ന കത്തും. അപ്പൊ സ്വർഗത്തിൽ ഭയങ്കര സന്തോഷമാണ്. ഇനി തൊട്ടപ്പുറത്ത് മറ്റൊരു ദൂതനുണ്ട്. ആ ദൂതന്റെ പേര് ഗബ്രിയേൽ എന്ന. ഒരല്ലെന്ന് പറഞ്ഞ് പുള്ളി പഞ്ചഭാവ. സ്തോത്രം പറഞ്ഞ് പുള്ളി പഞ്ചഭാവ. നിങ്ങളുടെ വീട്ടിലൊക്കെ വന്ന് ഒന്നും കൊടുത്തില്ലേലും പുള്ളി വഴക്കിടാതെ പോയിക്കോളും. ഒരു അല്ലെന്ന് പറഞ്ഞ് വന്നാൽ തന്നെ ഏതെങ്കിലുമൊക്കെ മൂലക്ക് ഇങ്ങനെ മാറി നിൽക്കും. നിങ്ങളുടെ കഞ്ഞിവെപ്പും കുടിവെപ്പും എല്ലാം കഴിഞ്ഞിട്ട് പുള്ളി ശാന്തമായൊരു ദൂത് പറഞ്ഞിട്ട് പോട്ടെ എന്നും പറഞ്ഞ് പോകും. ഒരു അല്ലെന്ന് പറഞ്ഞ് പുള്ളി പ്രശ്നക്കാരനൊന്നുമല്ല. ഒന്ന് അടുത്തിരിക്കുന്ന ആട് പറ, ഗബ്രിയേൽ ആരല്ല, പ്രശ്നക്കാരനല്ല. പക്ഷേ മീഖായേൽ ആരാണ്? ഗബ്രിയേലോട് കളിക്കുന്ന പോലെ എന്ത് ചെയ്യരുത്. സ്തോത്രം. പക്ഷേ എനിക്ക് ഇന്ന് ഈ വചനമൊക്കെ പഠിച്ചു വന്നപ്പോഴേ ഈ അളമുട്ടിയാൽ പറ, അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? പഴമൊഴിയല്ലേ? അളമുട്ടിയാൽ എന്ത് ചെയ്യും? ചേരയും കടിക്കും. ഈ ഗബ്രിയേൽ ആരാണ്? ഞാൻ എന്താ ഗബ്രിയേൽ ആരാന്ന് പറഞ്ഞ മക്കളെ? പാവമാണ് ഗബ്രിയേൽ. അങ്ങനെ എന്താ പറയുന്നത്, ഒരു ദോഷമൊന്നും ചെയ്യില്ല. പക്ഷെ ഒരിക്കൽ ഈ സെക്കരിയാവിന്റെ വീട്ടിൽ ഈ പുള്ളിയല്ലേ വന്നേ? അല്ല, സെക്കരിയാവിന്റെ വീട്ടിൽ എലിസബത്തിനോട് ദൂത് പറയാൻ വന്ന ആരാ? ഗബ്രിയേല. ഈ സ്തോത്രം. പുള്ളിയിടത്ത് ചൊറിയാൻ ചെന്നു. ആര്? സെക്കരിയാവ്. എന്തോന്നിനറിയും, എപ്പറിയും, എങ്ങനെ അറിയും, കിളവനല്ലേ എന്നൊക്കെ ചോദിച്ചു. പുള്ളി പറഞ്ഞു, കാര്യമൊക്കെ ഉള്ള ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേല. അങ്ങനെ ഒരു കാര്യം ചെയ്യും, കൊച്ചു വരുന്നവരെ മിണ്ടുണ്ട്. സിബിട്ട് കളഞ്ഞു. അകത്തോട്ട് പോയി ഭയങ്കര വാചാലനായി പോയ പുള്ളി ഇപ്പോൾ പുറത്തോട്ട് വന്നപ്പോൾ ഭയങ്കര ആക്ഷനൊക്കെയാ. എന്നാ പറ്റിയെന്നൊരു പിടുത്തമില്ല. അപ്പൊ ഈ ആക്ഷൻ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഈ പുള്ളി ഏതാണ്ട് ദൂതനെ കണ്ടു. എനിക്ക് വേദപുസ്തകത്തിൽ ഗബ്രിയേൽ കയറി അടിച്ചൊരു സംഭവം അതേ ഉള്ളൂ. ഗബ്രിയേലാണേലും ക്ഷമക്കൊരു പരിധിയില്ലേ, ഒരു പരിധിയില്ലേ. എത്ര നേരം ദൂത് പറയും, ദൂത് പറഞ്ഞ് ഇങ്ങനെ പുള്ളി സംശയിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചോദിക്കുന്നു, ഇങ്ങനെ ചോദിക്കുന്നു, അതിൻ്റെ ചെയ്യുന്നു. അവസാനം ഗബ്രിയേൽ, സാധാരണ ഈ ഗബ്രിയേൽ ചെയ്യേണ്ടത് നേരെ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലണം. ദൈവത്തിൻ്റെ അടുത്ത് ചെന്നിട്ട്, തമ്പുരാനെ ഞാൻ ആ ദൂതം കൊണ്ട് ചെന്നു, അവൻ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക, ചോദ്യത്തോട് ചോദ്യം, ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ദൂതനോട് കർത്താവ് രണ്ടാമത് പറയണമായിരുന്നു. ഇത് ചോദിക്കാനൊന്നുമില്ല, പണി അവിടെ കൊടുത്തു, ഒരു അല്ലലി എന്ന് പറഞ്ഞേ. അപ്പൊ ദൂതന് ഭയങ്കര അധികാരമാണ്. ഒരു അല്ലലി എന്ന് പറഞ്ഞേ ദൂതന്. ഇപ്പൊ മോനെ ഞാനൊരു കാര്യം പറയും, നീ ഇച്ചിരി കുരുത്തക്കേടാന്നിരിക്കട്ടെ, നീ അല്ല, നിനക്കൊരു വേഷം, നീ ഇച്ചിരി കുരുത്തക്കേടാന്നിരിക്കട്ടെ, ആരാന്നേലും ഇച്ചിരി കുരുത്തക്കേടുണ്ട്. അപ്പൊ ഇന്നൊരു ദൂതനെ ഞങ്ങൾ എല്ലാവരും കൂടി പ്രാർത്ഥിച്ചാക്കിയാന്നിരിക്കട്ടെ. എന്തിന്? എന്തിന് മോനെ? ഞാൻ ഉദാഹരണം പറയും. അപ്പൊ നേരെയാകാൻ. അപ്പൊ നമ്മൾ ആ ദൂതനോട് പറയാ, ദൂത ഒന്ന് അടിച്ചേക്കെന്ന് പറഞ്ഞാൽ ദൂതൻ എന്ത് ചെയ്യും? ദൂതൻ അടിക്കും. ദൂതൻ അടിച്ച ചരിത്രമില്ലേ? ദൂതൻ അടിച്ചിട്ടില്ല. അയ്യോ അത് വേണ്ട എന്റെ പൊന്നേ. എന്തോരം പേര് നല്ല അടിയുണ്ട്. ഹേരോദാവിനെ അടിച്ച അടിയിൽ പുള്ളി എന്തായിപ്പോയി? കൃമി. എല്ലാരും അടി കൊണ്ട് ചത്ത് 3-ാം ദിവസം എന്ത് ചെയ്യുന്നേ? കൃമിയാകുന്നത്. ഇത് അടിച്ച അടിയിൽ എന്തായി? അതുകൊണ്ട് ആ അടി വേണ്ട. അല്ലാതെ എത്രയോ സ്ഥലത്ത് ദൂതൻ തട്ടിയിട്ടില്ലേ? ഏലിയാവ് ഉറങ്ങിയപ്പോ ആ ദൂതൻ തട്ടിയില്ലേ? പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്നുറങ്ങുമ്പോ ദൂതൻ തട്ടിയില്ലേ? അങ്ങനെ ഒരു ചെറിയ തട്ട് കൊടുത്താൽ മതി. ഒരു അല്ലേലും എന്ന് പറഞ്ഞേ
അപ്പൊ ഇന്ന് രാത്രി അങ്ങനെ എൻ്റെ വീട്ടിലും ചിലതിനെ തട്ടാനുണ്ട് പാസ്റ്ററെ എന്ന് ഉള്ളവർ വലത് കയ്യിൽ നിന്ന് പൊക്കിക്ക്. ഇന്ന് രാത്രി നമുക്കൊന്ന് കൊടുക്കാം. പൊക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഇനി ആരും പറഞ്ഞു കേൾക്കരുത് പാസ്റ്റർ കൊട്ടേഷൻ പണിയാണല്ലോ ചെയ്യുന്നത്. ഉണ്ടോ? സൂത്രം. ധൈര്യമായിട്ട് ഒരു കർത്താവേ, അല്ലേ? ആമേൻ. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്കൊരു സംശയമൊന്നും വേണ്ട. പുതിയ നിയമത്തിൽ അങ്ങനെ ഉണ്ടോ? ഉണ്ടെന്നേ, അല്ലേ? ആമേൻ. പൗലോസ് അത് ചെയ്തിട്ടുണ്ട്. ചിലതിനെ മാനസാന്തരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതിന് അവൻ കുത്താൻ ഒരു ദൂതൻ ഏൽപ്പിച്ചെന്ന കുത്താൻ. അപ്പൊ ഇടക്കും തലക്കൊക്കെ എന്ന് പറഞ്ഞേ. ഞാൻ കേട്ടിട്ടുണ്ട് സാക്ഷ്യം. ഒരമ്മ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. എന്നും കള്ളുകുടിയാ അമ്മ, എന്നും പ്രാർത്ഥിക്കും. ഇവൻ കള്ളുകുടിയാ. ആമേൻ. സ്തോത്രം. ഒരു ദിവസം കള്ളു കുടിക്കാൻ ചെന്നു. കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തിരുന്ന് കുടിച്ചവൻ ചാടി വന്ന് അടിയോടടി. എന്താ കാണുമെന്ന് ചോദിച്ചിട്ട് ഒന്നും പറയുന്ന അടിയോടടി. തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ അമ്മ ചോദിച്ചു, നിന്നെ അടിച്ചല്ലേ എന്ന് ചോദിച്ചു. അമ്മ എങ്ങനെ അറിഞ്ഞു? ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൂതനെ കൽപ്പിച്ചാക്കും ഒരു അടി അടിക്കാൻ. അവ ഇന്ന് നേരിട്ട് ഗബ്രിയേലും മാലാഖയും ഒന്നും ഇറങ്ങത്തില്ല. പക്ഷെ ദൈവം ചെയ്യും. പറ, അടുപ്പിക്കുക. അതൊക്കെ ദൈവത്തിന് ചെയ്യാൻ കഴിയും. പോട്ടെ. അപ്പോ ഈ ഗബ്രിയേലുണ്ട്, ഇത് പ്രധാന ദൂതനാ. അങ്ങനെ സ്വർഗം ഒരു ഭയങ്കര സന്തോഷമാണ്. ഒരു അല്ലല്ലോ എന്ന് പറഞ്ഞേ. ആമേൻ. ആമേൻ. ലൂസിഫർ ഇങ്ങനെ ആരാധിക്കുന്നു, ദൂതന്മാർ ആരാധിക്കുമ്പോൾ ലൂസിഫർ ഇങ്ങനെ ചിറക് വിടർത്തുന്നു, ചിറക് അനക്കുന്നു. ചിറകിനകത്തുള്ള സപ്തസ്വരങ്ങൾ സ്വർഗത്തെ പ്രകമ്പനം കൊള്ളിക്കുന്നു. ആരാധനയുടെ ശബ്ദത്തിൽ സോഡാനുകൂടി സാറാഫുകൾ ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. തൊട്ടപ്പുറത്ത് മാറി എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അറ്റാക്ക് ചെയ്യാൻ പറ്റിയ പരുവത്തിൽ അവൻ തിരിയും അഗ്നിജ്വാലയുടെ വാളും കൊണ്ട് മീകായേൽ നിൽക്കുന്നു. അങ്ങനെ കുറെ ദിവസം മുന്നോട്ട് പോയപ്പോഴാ ഈ മീകായേൽ ഇങ്ങനെ സ്വർഗത്തിൽ എല്ലാവരും വീക്ഷിക്കും. കാരണം പുള്ളിയാണല്ലോ പട്ടാള വകുപ്പിന്റെ മേധാവി. അങ്ങനെ നോക്കുന്ന നോക്കിൽ കുറെ ദിവസമായി ഈ ലൂസിഫറിന്റെ മുഖത്തൊരു മ്ലാനത. ലൂസിഫറിന്റെ മുഖത്ത് മ്ലാനത. അപ്പൊ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ആഴ്ച ഞാൻ ശ്രദ്ധിച്ചു, കഴിഞ്ഞ സൺഡേ യോഗം കഴിഞ്ഞപ്പോഴും ശ്രദ്ധിച്ചു, സഭായോഗത്തിനും ശ്രദ്ധിച്ചു, ഉപവാസ പ്രാർത്ഥന ശ്രദ്ധിച്ചു. എന്താണെന്നറിയില്ല, ലൂസിഫറിന്റെ മുഖത്തൊരു ഒരു മ്ലാനത. ഞാനിതങ്ങ് ഇമാജിൻ ചെയ്യുക. ഒരു ദിവസം ശാന്തമായിട്ട് ഈ ആരാധന എല്ലാം കഴിഞ്ഞ് വിശ്രമ സമയത്ത് മീകായേൽ ചോദിച്ചു, സഹോദരാ, എന്തോ 2 ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്തോ ഒരു വൈക്ലഭ്യം. നിങ്ങൾക്ക് പിടുത്തം കിട്ടാത്ത വാക്കൊക്കെ ഇരിക്കട്ടെ. ഒരു വൈക്ലഭ്യം. എന്താ സഹോദര? അപ്പൊ പുള്ളി പറഞ്ഞു, ഇപ്പൊ പറയുന്നില്ല, നാളെ പറയാം. അപ്പോ സ്തോത്രം, നാളെ പറയാം. എന്തൊരു കാര്യവും നമ്മൾ ഈ ഒരാളോട് ഒരു ചോദ്യം ചോദിച്ചു, ഒരു കാര്യം ചോദിച്ചിട്ട് അത് നാളെ പറയാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഉറക്കം വരുമോ? ഉറങ്ങാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ കിടക്കാം. മീകായേൽ ഉറങ്ങി കാണത്തില്ല. മീകായേൽ ടെൻഷൻ. പിറ്റേ ദിവസം ആമേൻ ലൂസിഫറിന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, സൗര പറ, കാര്യം പറ, എന്താ കാര്യം? അല്ല, കാര്യം പറ. അതെ, എനിക്ക് 2-3 ദിവസമായിട്ടേ ഈ ദൈവം തന്ന ജ്ഞാനമായിരിക്കാം, നമ്മൾ ഇങ്ങനെ എത്ര നാൾ ഈ ആളുകളുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കും? ഈ സൃഷ്ടിച്ച നാള് തൊട്ട് ഈ പുള്ളിയുടെ മുമ്പിൽ കുമ്പിടിയല്ലേ? അല്ലേ? അന്നെങ്കിൽ അന്നല്ലെന്ന് പറ. അല്ലേ? ആണ്. ഇവിടെ സൃഷ്ടിച്ച നാളിൽ മുഴുവൻ ഈ പുള്ളിയുടെ മുമ്പിൽ പോയി ഇങ്ങനെ കുമ്പിടുന്നു, ആമെ കൈകൊട്ടുന്നു, ആരാധിക്കുന്നു. ഇതെന്തൊരു പരിപാടിയാ? നമുക്കും ഇല്ലേ പദവി? നമ്മുടെയും തേജസ് അല്ലേ? നമുക്കും ഗ്ലാമർ ഇല്ലേ? നമുക്കും കഴിവില്ലേ? നമ്മിലും ചിലർ പ്രധാനിയല്ലേ? നമുക്കും ചില പൊസിഷൻ ഇല്ലേ? പിന്നെ എന്തിനാ ഇയാളുടെ മുമ്പിൽ കിടന്ന് ഈ കുമ്പിട്ട് തലയാട്ടി ഈ ചിറക് വിടർത്തി ആടുന്നേ? അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്ത്? കുറച്ചു കാലത്തേക്ക് ഞാനങ്ങ് ദൈവമാകാൻ ആഗ്രഹിച്ചു. പോയ പോക്ക് നോക്കിയേ. സംഭാഷണം ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ഇട്ടിട്ടൊരു ചോദ്യം ചോദിക്കാം. സ്വർഗത്തിൽ ഇതിനു മുമ്പ് ആരെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ? സ്വർഗത്തിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും ഒരു കപടത ഉണ്ടായിട്ടുണ്ടോ? ഒരു കാപട്യം ഉണ്ടായിട്ടുണ്ടോ? സ്വർഗത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ചിന്ത വരാൻ
എവിടെന്നെങ്കിലും ഒരു അശുദ്ധാത്മാവ് സ്വർഗത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടോ? അരൂപികൾ മാത്രമല്ലേ ഉള്ളൂ. അത് പ്രധാന ദൂതനും കെരൂബും മീഖായേലും മാത്രമല്ലേ ഉള്ളൂ. ഒരഴുക്കുണ്ടോ അവിടെ? ഒരു അരുതാത്തത് കയറിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇത്രയും വിശുദ്ധമായ സ്വർഗത്തിൽ ഇത്ര വിശുദ്ധ രൂപമായി ഉണ്ടാക്കിയ ഈ ദൂതന്മാരുടെ പ്രധാനികളിൽ ഒരുത്തന് അങ്ങനെ ഒരു അഴുക്ക് സ്വഭാവം സ്വർഗത്തിൽ കയറി ചെന്നെങ്കിൽ ഭൂമിയിലായിരിക്കുന്ന നീയും ഞാനും എത്ര കെയർഫുൾ ആയിരിക്കണം. കുറച്ച് ഡീപ്പായിട്ട് അങ്ങ് ഇറങ്ങി വരാൻ പോകുക. ഇത്രയും സ്വർഗം, ഇത്രയും ദൈവം ജഡമനുഷ്യന് വേണ്ടിയല്ല, അരൂപികളായ അവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ട, മനുഷ്യൻ പാപം ചെയ്ത നിമിത്തം പാപമംഗലമാകാത്ത സ്വർഗത്തിൽ ഇങ്ങനൊരു ചിന്ത ഒരു ലൂസിഫറിന്റെ അകത്ത് വന്നെങ്കിൽ ഈ പാപമുള്ള ഭൂമിയിൽ ജീവിക്കുന്ന ദൈവദാസനെ, ദൈവദാസിമാരെ, നിന്റെ ജീവിതം എത്ര ഭയത്തോടെ ആയിരിക്കണം ഇവിടെ സേവനം ചെയ്യേണ്ടത്. കുറിച്ചു വെച്ചോ. ഇതൊരു മുന്നറിയിപ്പാകട്ടെ. ഞാൻ ഇന്ന് ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനങ്ങ് എന്താ പറയുന്നത്, ഇങ്ങനെ എന്താ പറയുന്നത്, ഈ ഓരോ വാതിൽ തുറക്കുന്ന പോലെ തമ്പുരാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് തരിക ഈ വചനത്തിന്റെ വെളിപ്പാട്. ഇത്രയും എന്നിട്ട് അവൻ പറഞ്ഞു, മീഖായേലേ, ഞാൻ നിന്നോട് രഹസ്യമായിട്ടൊരു കാര്യം പറയാം. നമുക്ക് നമ്മുടേതായ ഒരു രാജ്യം എന്ത് ചെയ്യണം? സ്ഥാപിക്കണം. നമുക്ക് നമ്മുടെ രാജ്യം സ്ഥാപിക്കണം. അപ്പൊ നിങ്ങൾക്കൊരു കൊച്ചു ചിന്ത ഉണ്ടല്ലേ, ഇതൊന്നും ദൈവത്തിന് അറിവില്ലേ? അങ്ങനെയല്ല നിങ്ങളുടെ ചിന്ത. അറിയാം. ഇവന്റെ അന്തർഭാഗം, ഹൃദയത്തിലെ അന്തർഭാഗത്തിലെ സത്യമല്ലോ ഈ ചെയ്യുന്നേ. ഹൃദയത്തിന്റെ അന്തർഭാഗത്തിലെ സത്യം ഗ്രഹിക്കുന്ന ദൈവത്തിന് ഇങ്ങനെ ഒരു കൂടിയാലോചന അപ്പുറത്ത് നടക്കുന്നു എന്ന് ദൈവം അറിയില്ലെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? ദൈവം അറിയുന്നുണ്ട്. ഇനി നിങ്ങള് എന്റെ കൂടെ ഒന്ന് വന്നാൽ ആ സ്വർഗത്തിന്റെ പിക്ചർ ഞാൻ കാണിച്ചു തരാം. ദൈവം ഉറങ്ങിയപ്പോഴായിരിക്കുമോ ഇവർ ഗൂഢാലോചന കൂടിയത്? ബൈബിള് പറയുന്നു ഇസ്രായേലിന്റെ പരിപാലനം എന്തില്ല. അങ്ങനെയാണെങ്കിൽ ബിനാന്റെ ഇവരെപ്പോഴാ ഇവർ ഈ സഭായോഗം കൂടിയേ? നിങ്ങൾ എന്നെ ഒപ്പം ഉണ്ടോ? സ്വർഗത്തിൽ ഇവര് ഒരു കൂട്ടം കൂടി. പക്ഷെ മീഖായേലില്ല, ഗബ്രിയേലില്ല. ലൂസിഫർ എന്ന് പറയുന്ന ഈ പ്രധാന ദൂതനായ ഈ ആഡംബരക്കാരനായ സൗന്ദര്യമുള്ള ഇവൻ ഒരു കുറച്ച് നേരം കൊണ്ട് ഇവന്റെ ആശയം ഇവരിലെല്ലാവരിലേക്കും പകർത്തി. ഒരു സാധാ ദൂതന്റെ അടുക്കെ ചെന്നിട്ട് പറഞ്ഞു, നിന്റെ സൃഷ്ടിപ്പ് മുതൽ ഈ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് പരിശുദ്ധൻ പരിശുദ്ധൻ. ആർക്കല്ലേ? ആർക്ക് ഗുണം? അടുത്താള് വിളിച്ചു, നീയും ഇതുപോലെ ചെയ്യല്ല, എന്ത് ഗുണം? അവിടെ ഉണ്ടായ കോടാനുകോടി ദൂതന്മാരെ അവൻ സ്വാധീനിപ്പിച്ചു. എന്നാൽ അവൻ സ്വാധീനിച്ചത് ചിലർ പറഞ്ഞു, ഞങ്ങൾക്കൊരേ ഒരു ദൈവം, അത് ഞങ്ങളുടെ സൃഷ്ടാവാൻ ദൈവം, ഞങ്ങൾക്കൊരേ ഒരു കർത്താവ്, അവൻ ഞങ്ങളെ ഉണ്ടാക്കിയവനാണ്. അവന് വിരോധമായി ഞങ്ങൾ നിൽക്കത്തില്ല, അവന് പ്രതികൂലമായി ഞങ്ങൾ നിൽക്കത്തില്ല, അവനെതിരെ ഒരു വാക്ക് ഞങ്ങൾ പറയത്തില്ല, അവനെതിരെ ഒരു കൂട്ടം ഞങ്ങൾ കൂടത്തില്ല, അവനെതിരെ ഒരു പദ്ധതിയും ഞങ്ങൾ മെനയത്തില്ല. നിങ്ങൾ വരണേ, ഞാൻ ഇത് ആദ്യമായിട്ടാണ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഭാവനയിൽ ഇതകത്ത് തരണം. സാമേ, കുറച്ച് ദിവസം കൊണ്ടുണ്ടല്ലോ ഈ ദൂതന്മാരിൽ 1/3 കോടാനുകൂടി ദൂതന്മാരെ കുറച്ച് ദിവസം കൊണ്ട് ഇവന്റെ കൈവലയത്തിനകത്താക്കി. എന്ന് വെച്ചാൽ ഇവൻ വെട്ടാൻ പറഞ്ഞ വെട്ടും, ഇവൻ വാളെടുക്കാൻ പറഞ്ഞ വാളെടുക്കും, ഇവൻ മതിയാക്കണമെന്ന് പറഞ്ഞ മതിയാക്കും, ഇന്ന് ആരാധിക്കണ്ടെന്ന് പറഞ്ഞാൽ ആരാധിക്കാതിരിക്കും. അങ്ങനെ 1/3 ഇവന്റെ വശത്താക്കി. സ്വർഗം ചലിച്ചില്ല,
സ്വർഗം ചലിച്ചില്ല. ഇനി അടുത്ത ദൂത് കേക്ക്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വർഗാദി സ്വർഗം എന്ന് പറയുന്ന ആ സ്വർഗത്തിൽ ഒരു മഹായുദ്ധം പുറപ്പെടുകയാണ്. ആരൊക്കെയാണെന്നറിയണ്ടേ? ദൈവത്തിന് മുമ്പിൽ കെരൂബായി നിന്ന് ഇത്രയും സമയം അവൻ ദൈവത്തിന് സിംഹാസനത്തെ മറച്ച ആ ലൂസിഫറും പ്രധാന ദൂതനായ മീഖായേലും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. ഒരു ഹല്ലേലൂയ പറ. യുദ്ധം ആരംഭിച്ചു. യുദ്ധം എന്തെന്ന് പോലും ഉണ്ടാകാത്ത സ്വർഗത്തിൽ, യുദ്ധം എന്തെന്ന് പോലും ഉണ്ടാകാൻ പാടില്ലാത്ത സ്വർഗത്തിൽ ഒരു മഹായുദ്ധം നടക്കുകയാണ്. ഒരു യുദ്ധം നടക്കുക. സംഭവിച്ചത് കേൾക്കണോ? യുദ്ധത്തിന് വേണ്ടി മുന്നിലേക്ക് വന്ന ലൂസിഫർ ഉണ്ടല്ലോ, എന്റെ ഭാവനയാണ്, നിങ്ങൾ അത് അങ്ങനെ തന്നെ കാണണം. ആ ലൂസിഫറിന് ഒരു വ്യത്യാസം വരാൻ തുടങ്ങി. ഒരു വ്യത്യാസം വരാൻ തുടങ്ങി. എന്താണ് വ്യത്യാസം? അവന്റെ ചിറകില്ലേ, അവന്റെ ചിറകിലെ രക്തമില്ലേ, ആ രക്തങ്ങൾ പൊഴിയാൻ തുടങ്ങി. അവന്റെ ചിറകിന്റെ ശോഭയില്ലേ, ആ വെളിച്ചം മങ്ങാൻ തുടങ്ങി. അവന്റെ ശരീരത്തിൽ അഗ്നിയില്ലേ, അഗ്നി മങ്ങാൻ തുടങ്ങി. പകരം ഇതെല്ലാം മങ്ങി 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 ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ എന്റെ ഭാവനയിൽ പറയാം, വിറക് കത്തിച്ച ആമൻ ആ വിറകിന്റെ കരിയില്ലേ, അതിന്റെ പരുവത്തിലേക്ക് ഇവന്റെ ശോഭ മാറാൻ തുടങ്ങി, ഇവന്റെ രൂപം മാറാൻ തുടങ്ങി. ഇതാ ഇവന് അവിടെ വെച്ച് തന്നെ ഒരു വാലൊക്കെ മുളയ്ക്കുക, ഒരു വാലെല്ലാം ഉണ്ടാകുന്നു. അവന്റെ തലയിൽ അവൻ 7 തലയും 10 കൊമ്പും ഇതാ അവിടെ മുളച്ചു വരികയാ. നിങ്ങൾ വിചാരിക്കും ഇത് എവിടെ ഉണ്ടെന്നല്ലേ? വെളിപ്പാട് 12 തൊട്ട് വായിച്ചു നോക്ക്. അവൻ 7 തലയും 12 കൊമ്പും അവന് മുളച്ചു. അവനൊരു വാലൊക്കെ രൂപപ്പെട്ടു. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവന്റെ വാലുകൊണ്ട് സ്വർഗത്തിൽ അവന്റെ കൂടെ നിന്നില്ലേ, ആ 1/3 ഭാഗത്തെ ആ വാലുകൊണ്ട് പിടച്ച് അതിനെ വലിച്ച് താഴേക്ക് കൊണ്ടുവന്നു. ആ യുദ്ധം കഠിനമായപ്പോൾ, ആ യുദ്ധം ശക്തമായപ്പോൾ പ്രധാന ദൂതനായ മീഖായേലിന്റെ നേതൃത്വത്തിൽ സ്വർഗത്തിൽ നടന്ന യുദ്ധത്തിൽ അവനെ വെട്ടി ദൈവം താഴേക്കിട്ടു. ഒരു ഹല്ലേലൂയ എന്ന് പറയാൻ പറ്റുമോ? അവനെ വെട്ടി ദൈവം താഴേക്കിട്ടു. വേണമെങ്കിൽ ഒരു വാക്യം ഒന്ന് എടുക്കുക, അവൻ നിങ്ങൾക്കത് അനുഗ്രഹമായി തീരും. എല്ലാം പറയാൻ എന്റെ മുമ്പിൽ സമയമില്ലെങ്കിലും ഒന്ന് തൊട്ടുവിട്ടേക്കാം. അവൻ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ ഓടിച്ചെന്ന് വായിച്ചെന്നെ സഹായിക്കണം. സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി, സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി. 7 തലയും. അവൻ നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ കണ്ട, നിങ്ങൾ വായിച്ച സ്വർഗത്തിലെ ലൂസിഫറായ സൗന്ദര്യപൂർണനായ ആഡംബരക്കാരനായ ലൂസിഫറെ അല്ല ഞാൻ ഇവിടെ എടുത്തു കാണിക്കുന്നത്. അവന്റെ രൂപം മാറി. എങ്ങനെ മാറി? ദൈവത്തോടൊരുവൻ അവൻ പ്രതികരിക്കാൻ പോയാൽ, ദൈവത്തോടൊരുവൻ എതിർക്കാൻ പോയാൽ, അവൻ എത്ര കോമളാണേലും, അവൻ എത്ര സൗന്ദര്യവാനാണേലും അവന്റെ സൗന്ദര്യം നിലനിൽക്കത്തില്ല. ഒന്നുകൂടി കേട്ടി പറയാ, ദൈവത്തോട് കിടപിടിച്ച ഒരാളും ഇന്ന് വരെ ഭൂമിയിൽ ജീവനോട് ഇരുന്നിട്ടില്ല. അവൻ ഇന്ന് രാത്രി അവനെ ആരാധിക്കുന്ന കുഞ്ഞുങ്ങൾ തിരിച്ചറിയണം, അവനെ പോലൊരു ദൈവമില്ല. അമ്മേ ആമേൻ. ഞാന് എന്തിനാന്നറിയാമോ ഇതിങ്ങനെ ഒരു കഥ രൂപത്തിൽ പറഞ്ഞത്? നിങ്ങൾ ഒരിക്കലും ഈ സാഹചര്യം മറക്കരുത്. ആമൻ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ലൂസിഫറിന്റെ രൂപം മാറി, ഇവന്റെ നിറം മാറി, ഇവന്റെ തല മാറി. ഒന്ന് വായിച്ചേ, സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി. വായിക്കും മക്കളെ. 7 തലയും 7 തലയും 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി, തലയിൽ 7 രാജമുടിയുമായി, തീ നിറമുള്ള എന്ത്? ഇപ്പൊ പുള്ളി ആരായി മാറി? ആമൻ ഡ്രാഗൻ ഇല്ലേ, ഡ്രാഗനെ കണ്ടിട്ടില്ലേ? അതായി പുള്ളി. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഡ്രാഗൻ തീ തുപ്പെന്ന് കണ്ടിട്ടില്ലേ? സ്വർഗത്തിലെ യുദ്ധത്തിനകത്ത് അവൻ തീ വർഷിപ്പിക്കാൻ തുടങ്ങി. അവന്റെ വായിന്ന് തീ നിറമുള്ള ഒരു മഹാസർപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ ചൈനക്കാരുടെയൊക്കെ ഹോട്ടലിൽ ചെന്നാൽ ഡ്രാഗൻ എന്ന് പറയുന്ന ഒരു പാമ്പിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന് വായിന്ന് തീ പുറപ്പെടുന്ന കണ്ടിട്ടുണ്ട്. അതിനൊരു വാലുണ്ട്. അതിന് സമാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ സാധനം മാറി. ആരാന്ന് നോക്കണോ? പ്രൗഢി ഉണ്ടായവൻ, സൗന്ദര്യത്തിന്റെ പൂർണ്ണതൻ. ബൈബിൾ പറയുന്നു, ഓ നിന്നെ സൃഷ്ടിച്ച നാളിൽ എന്തൊരു സൗന്ദര്യമായിരുന്നു. ദൈവത്തിന്റെ തോട്ടമായ ഏദനിലല്ലേ നീ വസിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞ പുള്ളിയുടെ ഷേപ്പ് എന്ന് നോക്കിക്കേ. ഒരു ഹല്ലേലൂയ പറ.
എന്റെ പൊന്ന് ദൈവമക്കളെ, ഈ ദൈവത്തെ സേവിച്ചാൽ നിനക്കൊരു നന്മയുണ്ട്. ദാണ്ട് നോക്കിക്കേ, സ്വർഗത്തിൽ നിർത്തിയ ഇവൻ അവൻ ദൈവത്തിനും ദൈവരാജ്യത്തിനും എതിരെ ഒന്ന് യുദ്ധത്തിനിറങ്ങിയതാ. അവന്റെ രൂപം ഒന്ന് വായിച്ചു വിട്ടോ. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വലിച്ചു. അവനിപ്പോ എന്തൊക്കെയായി? അല്ല, ഇപ്പൊ വായിച്ചത് 7 തല, 10 കൊമ്പ്, തലയിൽ 7 രാജമുടി. പിന്നെ അവസാനം ഒരു കാര്യം വായിച്ചു, തീ നിറമുള്ള ഒരു മഹാസർപ്പം. തീ നിറം. അടുത്തത് അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രം. ഈ പുള്ളിക്ക് ഇപ്പൊ എന്തൊക്കെ വന്ന്? വാലൊക്കെ വന്ന്. വാല് വെച്ച് അവനെ കൂട്ടുനിന്നില്ലേ? തന്നോടൊപ്പം ഈ ആരാധനക്കെതിരെ നിന്നില്ലേ? ദൈവത്തിന്റെ നാമത്തിന് വിരോധമായി സ്വർഗത്തെ കൂട്ടുകൂടിയില്ലേ? പോന്നപ്പോ അതിനെ കൊണ്ട് പോയില്ലേ? പോന്ന പോക്കിലെ അതിനെ ചുരുട്ടിയെടുത്ത് വലിച്ചോണ്ട് പോന്നു. ദൈവമക്കളെ, ദൈവത്തിനുള്ളതിനെ ദൈവം സൂക്ഷിക്കും, പിശാചിനുള്ളതിനെ പിശാച് കൊണ്ടുപോകും. ഒരു ഹല്ലേലൂയ പറയണോ? അതുകൊണ്ടാ ബൈബിൾ പറയുന്നത്, എനിക്കുള്ളതിനെ എന്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ച് പറിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ ദൈവത്തിന്റെ വകയാണെങ്കിൽ, നീ ദൈവത്തിനുള്ളതാണെങ്കിൽ, ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ആരെയും ദൈവം പിടിച്ച് പറിക്കാൻ ദൈവം അനുവദിക്കയില്ല. ഇന്ന് രാത്രി ശക്തിയോടെ സ്തോത്രം ചെയ്യും. ഇത് നിങ്ങളുടെ അകത്തോട്ട് ഇന്ന് രാത്രി കേറണം. ദൈവത്തെ ഭയപ്പെടണം. വായിച്ചോ മക്കളെ, വായിച്ചോ. ആമേൻ, ആമേൻ. അടുത്ത വാക്യം ഇങ്ങനെയാണ്, അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. എവിടേക്ക് എറിഞ്ഞു? ഹല്ലേലൂയ. പണ്ടൊരു അമ്മച്ചി ചോദിച്ചു, ഈ പിശാചെല്ലാം കൂടി എന്തിനാ ഇങ്ങോട്ട് വന്ന് വീണു? നമ്മളെ നന്നാക്കാൻ. ഒരു ഹല്ലേലൂയ. ഇന്ന് ഈ വ്യാഴാഴ്ച ഇത്രയും പേരെങ്കിലും വന്നല്ലോ. അവനുണ്ടായത് കൊണ്ടാ വന്നത്, അല്ലെങ്കിൽ ആര് വരാൻ? ലൂസിഫറെ, താങ്ക് യു. അങ്ങനെ കുറച്ചെണ്ണത്തിന് ഇങ്ങോട്ട് ഇട്ടത് കൊണ്ട് ഡെലിവറൻസ് നടക്കുന്നുണ്ടല്ലോ. ഒരു അല്ലെങ്കിലും എന്ന് പറഞ്ഞ് പിന്നെ ആര് വരാനോ? അല്ലേ? പ്രൈസല്ലോ, അല്ലേ? സ്വതന്ത്രം പറഞ്ഞു. സ്വതന്ത്രം. പ്രതിപക്ഷമൊക്കെ അവിടെ ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് വല്ലതുമൊക്കെ കിട്ടുന്നേ. വായിച്ചോ മോനെ, വായിച്ചോ. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അപ്പൊ ഇതെല്ലാം കൂടി അങ്ങോട്ടാ പോന്നേ? ദൂതനാ കേട്ടോ, ദൂതനാ. എന്താ നടക്കുന്നേ? യുദ്ധം. ആ യുദ്ധത്തിൽ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോ വീട്ടി താഴെ ഇട്ടു. ഇനി ഈ സാധനം എല്ലാം കൂടി താഴേക്ക് പോന്നല്ലോ. ഈ പോന്നപ്പോ എങ്ങനെയാ പോകുന്നത്? ലൂക്കോസ് എടുത്തേ. ലൂക്കോസ് 10:18. ഇതെങ്ങനെയാ താഴ്ത്തോട്ട് പോന്നേ? സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് വീഴുന്നത് ഞാൻ കണ്ടു. എങ്ങനെ പോകുന്നു മക്കളെ? മിന്നൽ പോലെ. ഓ, നമ്മുടെ അപ്പനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഈ സ്തോത്രം. യേശു ദൈവമല്ല, യേശു കർത്താവല്ല, യേശു അങ്ങനെയല്ല, യേശു ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്നവനോട് മുഖത്ത് നോക്കിയൊരടി. എന്റെ യേശു ദൈവമാണെന്നുള്ളതിന്റെ ഒറ്റ തെളിവ് ഈ വാക്യം വായിച്ചാൽ മതി. വായിച്ചോ. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് വീഴുന്നത് ഞാൻ കണ്ടു. ആര് കണ്ടു? യേശു കണ്ടു. ഇന്നലെ മേടിച്ച KB ജോൺ സാറിന്റെ പത്തനാപുരം KB ജോൺ സാറിന്റെ തിയോളജി എന്ന ബുക്കിനകത്ത് വായിച്ച നല്ല യേശു ഞാൻ കണ്ടെന്ന്, ഞാൻ അവനെ വെട്ടിയതെന്ന്, ഞാനാ കണ്ടതെന്ന്, അവൻ മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ നിനക്ക് വിരോധമായി നിന്ന, നിനക്കെതിരെ നിന്ന സകലാഭിചാരവും സകല മന്ത്രവാദവും സകല സൂത്രവും ഇന്ന് രാത്രി തകരുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. ഞാൻ കണ്ടു ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് യേശു പറഞ്ഞത്, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉള്ളവൻ. അവൻ അബ്രഹാമിന് മുമ്പേ ഉള്ളവൻ അല്ലേ? ഒരിക്കൽ യേശു പറഞ്ഞു, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉള്ളവൻ. അപ്പൊ അവരെല്ലാം കൂടി ചോദിച്ചു, ആകെ എത്ര വയസ്സുണ്ട് ചോദിച്ചാൽ നിനക്ക്? 30 വയസ്സേ ഉള്ളൂ. 30 വയസ്സുള്ള നീ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നേ? യേശു പറഞ്ഞു, ഞാൻ അബ്രഹാമിന്. അപ്പൊ കണ്ടവരും കേട്ടവരും ചോദിച്ചു, കൊച്ചേ നിനക്ക് 30 വയസ്സല്ലേ ഉള്ളൂ? 30 വയസ്സുള്ള നീ എങ്ങനെയാടാ അബ്രഹാമിന് മുമ്പേ ഉള്ളത്? അപ്പൊ കർത്താവ് കുറച്ചുകൂടി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിടിച്ചോ, ഞാൻ അബ്രഹാമിനേക്കാൾ വലിയവൻ. അപ്പൊ കുറച്ചുകൂടി പല്ല് കടിച്ചപ്പോ അവര് പറഞ്ഞു, ഞാൻ ദാവീദിനേക്കാൾ വലിയവൻ. കുറച്ചുകൂടി പല്ല് കടിച്ചോ പറഞ്ഞു, മൽക്കീസദിനേക്കാൾ വലിയവൻ. ആമേൻ. കുറച്ചുകൂടി അവിടെ ആലയം ഭയങ്കരമാണ്. ആലയത്തേക്കാൾ വലിയവൻ.
അപ്പൊ യോനയേക്കാൾ വലിയവൻ. അപ്പൊ ശലോമോനേക്കാൾ വലിയവൻ. അപ്പൊ അഹരോനേക്കാൾ വലിയവൻ. ഓ, ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞു. സ്വർഗത്തേക്കാൾ വലിയവൻ. നമ്മൾ ആരെ ആരാധിക്കുന്നേ? ഞാനൊരു കാര്യം പറയാം, ഒറ്റ സ്തോത്രമേ പറഞ്ഞുള്ളൂ. അവന്റെ മഹത്വം മനസ്സിലാക്കി ഇന്ന് സ്തോത്രം പറ. ഇത്രയും വലിയവനായ ഒരു ദൈവത്തെ, ഇത്രയും ഉന്നതനായ ഒരു ദൈവത്തെ ഹല്ലേലൂയ നമ്മൾ ആരാധിക്കുന്നത്. അമ്മേ മോനെ, ഈ 12 വെളിപ്പാട് 12:7 നോക്കിക്കേ. ഒരു സംശയമാണ് ആ വാക്യം, എനിക്കൊന്ന് ഒന്ന് വായിച്ചു നോക്കിക്കേ. 12:7. യുദ്ധമുണ്ടായി. പിന്നെ സ്വർഗത്തിൽ എന്തുണ്ടായി? യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ പറ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മീഖായേലിനെ പോലെ തന്നെയല്ലേ ലൂസിഫറും? രണ്ടുപേരും ഒരേ പൊസിഷൻ ആയിരുന്നില്ലേ സ്വർഗത്തിൽ? ആണോ ഇല്ലയോ? ആണ്. ഒരുത്തം വീണു, ഒരുത്തം മറ്റവനെ വെട്ടി. ഒരു ഹല്ലേലൂയ പറ. അന്നു മുതൽ, ഇനി ശ്രദ്ധിച്ച് കേൾക്കണേ, എന്നിട്ട് വേണം ആമേൻ പറയാൻ. അന്നു മുതൽ ഇന്ന് വരെ ആമേൻ, ദൈവത്തിനും ദൈവരാജ്യത്തിനും നിൽക്കുന്നവനെ വെട്ടാൻ ഇറങ്ങി വരും ദൂതൻ. മനസ്സിലായില്ലല്ലേ? ദൈവത്തിനെതിരെ നിന്ന, ദൈവിക സ്വർഗത്തിനെതിരെ നിന്ന ലൂസിഫറിനെ വെട്ടാൽ മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തെ പടവെട്ടിയെങ്കിൽ ഇന്ന് രാത്രി നിനക്കെതിരെ നിൽക്കുന്ന, ദൈവസഭക്കെതിരെ നിൽക്കുന്ന ആത്മാവിൽ ഇന്ന് രാത്രി ഞാൻ വെട്ടിമാറ്റി പറയുക. എവിടേക്കെയോ വെല്ലുവിളിക്കുന്ന, എവിടേക്കെയോ വെല്ലുവിളിച്ചു നിൽക്കുന്ന അന്ധകാര വ്യാപാര ശക്തികൾ ഇന്ന് രാത്രി ഉടയട്ടെ. ആരാധിക്കുന്നെങ്കിൽ ശക്തിയോടെ ആ കരമടിച്ച് ഇന്ന് രാത്രി ഒന്നാരാധിച്ച് ദൈവദൂതനായ, പ്രധാന ദൂതനായ മീഖായേൽ ഇന്ന് രാത്രി നിനക്കെതിരെ നിൽക്കുന്ന, ദൈവസഭക്കെതിരെ നിൽക്കുന്ന, കുടുംബങ്ങൾക്കെതിരെ നിൽക്കുന്ന ദുഷ്ടശക്തിയെ ദൈവം ഇന്ന് വെട്ടട്ടെ. ഓ സ്തോത്രം. എനിക്ക് ആ വാക്യം ഇഷ്ടപ്പെട്ടു. മോനെ ആ വാക്യം വന്നിട്ട് ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി. മഹാസർപ്പവും പടവെട്ടി. അങ്ങനെയാണെങ്കിൽ കുട്ടം പറയും, ഈ വാക്യം ശ്രദ്ധിച്ചു പഠിക്കണം. സ്വർഗത്തിൽ രണ്ട് പക്ഷമായി, അനീതിയുടെ ഒരു പക്ഷം, ദൈവത്തിന്റെ ഒരു പക്ഷം. ഇതേ പ്രതീകം നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് കാണിച്ചു തരാം. വേറൊരു സ്ഥലത്ത് ഇതിന്റെ പിക്ചർ അങ്ങനെ തന്നെ കാണിച്ചു തരാം. പറയട്ടെ സ്വതന്ത്രം. സീനായിയുടെ പർവ്വതത്തിൽ മോശ കൽപ്പലക മേടിക്കാൻ കയറിപ്പോയപ്പോ ഇതാ താഴ്വരയിൽ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ആരാധിച്ചു. ഇറങ്ങി വന്ന മോശ ഒരു വെല്ലുവിളി ശബ്ദമുയർത്തി, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്ത് ചെയ്യട്ടെ? മാറി നിൽക്കട്ടെ. അവൻ യുദ്ധത്തിനു വേണ്ടി അണിനിരക്കിയ ദൈവപക്ഷത്തുള്ളവനും ദൈവത്തെ വിട്ടുപോയവരും തമ്മിൽ ഒരു മഹായുദ്ധം നടക്കിയ അന്ന് 3000-ഓളം ശവശരീരങ്ങൾ മരുഭൂമിയിൽ വീണ് ഇന്ന് രാത്രിയിലോ ദൈവപക്ഷത്ത് നിൽക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിനക്കൊരു ജയം തരാൻ, നിനക്കൊരു വിജയം തരാൻ. സ്തോത്രം. ഇന്നുള്ള ദൈവസഭകൾ നശിക്കാൻ കാര്യം എന്നാന്നറിയോ? ദാണ്ട് ഇതുപോലെ ലൂസിഫർ കൂട്ടം കൂടിയതുപോലെ ചിലതിനെ സ്വാധീനിച്ച് ചിലതിനെയൊക്കെ ഒരുക്കുമ്പോൾ ആ സഭ തകരും. പക്ഷെ ഒരിക്കലും ലൂസിഫർ ജയിച്ച ചരിത്രമില്ല. ഇനി എനിക്ക് നിർത്തണം മോനെ, കുറെ കാര്യം എനിക്ക് പങ്കുവെക്കാനുണ്ട്. പക്ഷെ 1-2 കാര്യം പറയാം. ഈ പുള്ളിയോട് പടവെട്ടി. അടുത്ത വാക്യം എല്ലാരും ഒന്ന് വായിച്ചേ. ജയിച്ചില്ലതാനും. എല്ലാരും കൂടി ഒന്ന് പറഞ്ഞേ. ജയിച്ചില്ലതാനും. അതിന് ഇത്രയും ശക്തി പോരല്ലോ. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അങ്ങനെ ഒരു ജയം വേണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കുറച്ചുകൂടി ശക്തിയോടും ഉറപ്പോടും കൂടി പറഞ്ഞേ. ആര് ജയിച്ചില്ല? എന്ത് ചെയ്തിട്ട്?
പാടവെട്ടിയിട്ട് ജയിച്ചില്ല, നിന്നെ അവൻ ജയിക്കത്തില്ല, നിന്നെ അവൻ ജയിക്കത്തില്ല. ആമേൻ പറഞ്ഞ് ആരാധിച്ചോ. നിന്നെ അവൻ ജയിക്കത്തില്ല കുഞ്ഞ്, നിന്നെ അവൻ ജയിക്കത്തില്ല. ഇന്നത്തെ മീറ്റിംഗിൽ നിന്നെ അവൻ ജയിക്കത്തില്ല. ഉടമന ഘടക തുടാരബൽ ഘടകദന റിഭനക സതലരഗദല റിഭനരഗ സദന ഉടമന ഘടക ദിബാല ഘടകദന അൽകനതലരഗദലര റിസിതിലിരി. അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന ദൈവജനമേ, ഇന്ന് രാത്രി വിശ്വസിക്ക, അവൻ നിന്നെ ജയിക്കും. അവൻ നിന്നെ ജയിച്ചില്ല. മഹാസർപ്പവും. അപ്പൊ ഇത് എവിടെയാ നടക്കുന്നത്? സ്വർഗത്തിൽ. എവിടെയാ നടക്കുന്നത്? സ്വർഗത്തിൽ. സ്വർഗത്തിൽ ഒരു മഹായുദ്ധം. ഒന്ന് ആലോചിച്ച്, നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ? സ്വർഗമായിട്ടുണ്ടാക്കി ഒരൊറ്റ ഒരുത്തൻ കാരണം സ്വർഗത്തിൽ എന്തുണ്ടായി? അപ്പൊ നിങ്ങളുടെ വീടും സ്വർഗമാണെങ്കിൽ ഒരുത്തം മതി അത് നരകമാകാൻ. ചങ്കത്ത് കൈവച്ച് പറ, അത് ഞാനാകരുത്. ഡെലിവറൻസ് ചർച്ച് നല്ല സ്വർഗമാണ്, അതിനകത്ത് നീ ആകരുതെന്നുകൂടി ഒന്ന് പ്രാർത്ഥിച്ചു. ഒരു അല്ലലി ഒന്ന് പറഞ്ഞേ, പ്രാർത്ഥിച്ചു. കുഴപ്പമൊന്നുമില്ല, സഭക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ വാലിനടി നീ മേടിക്കും. ഒരല്ലലി എന്ന് പറഞ്ഞേ, പട വെട്ടിയ നീ ജയിക്കത്തില്ല. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ പണിയും. മോനെ ആമേ. അപ്പോ ഒരു 5 മിനിറ്റ് കൂടി ഞാൻ എടുക്കും, 5 മിനിറ്റ് കൂടി എടുക്കും. അപ്പൊ ഇത് ദൂതന്മാരുമായി മഹാസർപ്പം പടവെട്ടി. റോബിൻസൺ പാസ്റ്റേ, ആരുമായിട്ട് പടവെട്ടിയെന്ന്? മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. ഈ ദൂതന്മാരുമായി മഹാസർപ്പവും. മഹാസർപ്പം എന്നുള്ളടത്ത് എന്തായിരുന്നു പറയണ്ടേ? ലൂസിഫർ ആരാ? ദൂതൻ. ഇപ്പൊ ദൂതന്മാര് തമ്മിൽ വെട്ടായി. സൃഷ്ടിക്കപ്പെട്ട ദൂതന്മാർ തമ്മിലാ യുദ്ധം. അന്നു മുതൽ ഇന്ന് വരെ ഈ ദൂതന്മാർ നിനക്ക് പ്രൊട്ടക്ഷനാണ്. ഒരു യുദ്ധം ഉണ്ടായാൽ നീ വിളിച്ചാൽ ദൂതൻ ഇറങ്ങും. ധൈര്യമായിട്ട് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഞാന് ഒന്ന് ശ്രദ്ധിച്ചേ. കഴിഞ്ഞ ദിവസം എവിടെയോ പ്രസംഗിച്ച സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, പാസ്റ്റേ എനിക്കൊരു സംശയമുണ്ട്, നമ്മൾ പ്രാർത്ഥിച്ച ദൂതൻ ഇറങ്ങുമോ? യേശു പ്രാർത്ഥിച്ചാൽ ദൂതൻ വരുമെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാലും ദൂതന്മാര് വരും. മക്കളെ, എനിക്കൊരു വാക്യം എടുത്തു തരാമോ? ഈ എബ്രായ ലേഖനം 1 അവസാനമാ തോന്നുന്നു, അവരൊക്കെയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സേവകാത്മാക്കളല്ലയോ? വായിച്ചേ, ഇട്ടമേൽ 14 വാക്യം. അവരൊക്കെയും രക്ഷപ്രാപിപ്പാനുള്ള 1:14 വാക്യം കുറിച്ചു വെച്ചോ. അവരൊക്കെയും രക്ഷപ്രാപിപ്പാനുള്ളവരുടെ ഒരു 2 വാക്യം ഒന്ന് കയറ്റി വായിക്കാമോ? ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് വായിച്ചോ. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കാം എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ടോ? അരുളി ചെയ്തു. ഞാനേ ഈ 14 വാക്യത്തിൽ പറഞ്ഞത് ആരെ കുറിച്ചാണെന്നുള്ളതിന്റെ തെളിവ് കിട്ടാനാ ഈ 13 വായിച്ചത്. ദൂതന്മാരിൽ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അവിടെ ആരെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്? ദൂതന്മാരെ കുറിച്ച്. ഇനി 14 വായിച്ചേ. അവരൊക്കെയും അവരൊക്കെ ഈ പിടുത്തം കിട്ടാത്തവർക്ക് വേണ്ടി ഒന്ന് പിടുത്തം കിട്ടാൻ പറഞ്ഞതേ ഉള്ളൂ. അവരൊക്കെ ആരായി? അവർ ദൂതന്മാർ. അവരാരാ? രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കൾ. അങ്ങനെയാണെങ്കിൽ നിനക്ക് എവിടെ രക്ഷ ഉണ്ടാകണമോ അവിടെ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന സേവകാത്മാക്കളാണ് ദൂതന്മാർ. ധൈര്യമായിട്ട് ചോദിക്ക, തമ്പുരാനെ ഇന്ന് രാത്രി ആ ദൂത സാന്നിധ്യം ഇറങ്ങട്ടെ. ആമേൻ. അപ്പോ ഇത് വായിച്ചില്ലേ? ഇനി രണ്ടാമതൊരു തെളിവ് പഴയ നിയമത്തിൽ നിന്ന് തരാം. വായിക്കണ്ട, കാണാതെ അറിയാം. വായിക്കണ്ട. 91 സങ്കീർത്തനം എടുക്കണ്ട. നിന്റെ കാല് കല്ലിത്തട്ടി പോകാതിരിക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാരോട്
നിന്നെ കാക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാരോട് എന്ത് ചെയ്യും? കൽപ്പിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കേണ്ടതിന് ദൈവദൂതന്മാരോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. 2 മൂന്നാമത്തെ തെളിവ് പത്രോസേ, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവരെല്ലാം വാളാൽ വീഴും. നീ വിചാരിക്കുന്നുണ്ടോ എന്റെ പിതാവിനോട് ഞാൻ ചോദിച്ചാൽ എത്ര ലഗിയോൻ ദൂതന്മാരെ വേണമെങ്കിലും എനിക്ക് അവൻ അഴച്ചു തരും. ഒരു ലഗിയോൻ എന്ന് പറയുന്ന 6000 3, 4, 5 ലഗിയോൻ ദൂതന്മാരെ അവൻ അഴച്ചു തരത്തില്ലേ? ഒരു ലഗിയോൻ എന്ന് പറയുന്ന 6000. അങ്ങനെയാണെങ്കിൽ 10 ലഗിയോൻ ദൂതന്മാരെ എനിക്ക് വേണ്ടി എന്റെ പിതാവ് അഴച്ചു തരും ഞാൻ പ്രാർത്ഥിച്ചാൽ. നീ ഒന്ന് പ്രാർത്ഥിക്കുഞ്ഞേ, നീ ഒന്ന് പ്രാർത്ഥിക്ക്. ഇളകി വരുന്ന ദുരാത്മാവിനെ കണ്ട്, നിനക്കെതിരെ കൂലം കുത്തി വരുന്ന പിശാചിനെ കണ്ട് നീ ഭയപ്പെടാതെ ഇന്ന് രാത്രി പറ, തമ്പുരാനെ എനിക്ക് വേണ്ടി ദൂതനെ ഇറക്കണോ, എനിക്ക് വേണ്ടി ദൂതനെ ഇറക്കണോ, എനിക്ക് വേണ്ടി ദൂതന്റെ സാന്നിധ്യം ഇറങ്ങണോ. അവൻ മോശയോട് പറഞ്ഞു, മോശേ ഞാൻ നിന്റെ മുമ്പിൽ അവൻ ദൂതനെ അഴക്കും, ദൂതനോട് വിഘടിക്കരുത്. ഹല്ലേലൂയ. അനീഷ കേൾക്കുന്നുണ്ടോ? ഇനി ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇന്ന് പ്രൂഫ്, ഇതൊന്നും എന്റെ സബ്ജക്റ്റ് അല്ല, പക്ഷെ പരിശുദ്ധാത്മ പ്രൂഫ് ചെയ്ത് പറയാം. ചെങ്കടൽ കടന്നു. ആരാ ചെങ്കട കടന്നെന്ന് കൂടി വേഗത്തിൽ, ആരാ ചെങ്കട കടന്നത്? ഇസ്രായേൽ മക്കൾ. അവർക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ പ്രത്യേകത ഒന്ന് പറയാമോ? ചോരത്തളി ആചരിച്ചവർ പെസഹ കുഞ്ഞാടിനെ അറുത്ത് ആ മാംസം അത് കഴിച്ച് രക്തത്തളി പ്രാപിച്ച കുഞ്ഞാടിനെ ഭക്ഷിച്ച ജനം മുന്നോട്ട് പോയപ്പോ ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടു. ശ്രദ്ധിക്കണേ. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ചെങ്കടൽ 2ആയി. ജനം തിരിഞ്ഞു നോക്കിയപ്പോൾ ഫറവോനും സൈന്യം പൊടി ആകാശത്തോളം പറത്തി വരുന്നു. പെട്ടെന്നൊരു കാര്യം സംഭവിച്ചു. അവരുടെ മുമ്പിൽ നിന്ന മഹാദൂതൻ അവിടെ പുറകിലേക്ക് മാറി. ദൂത് മനസ്സിലായോ? ചെങ്കടൽ മുമ്പിൽ പോയ മഹാദൂതൻ മിസ്രയീമെ സൈന്യം അടുക്കുന്നു എന്ന് കണ്ടപ്പോ അവിടെ പുറകിലേക്ക് മാറി. ഇന്ന് രാത്രി മുൻപിലും പുറകിലും ദൂതന്റെ സാന്നിധ്യം നിനക്ക് തരാൻ പോകുകയാ. എവിടേക്കോ ഭയപ്പെടുന്ന ഒരു അന്ധകാരവും ഭയപ്പെടുന്ന ഒരു ശക്തിയോ നിന്നെ തൊടുകയില്ല. ഓ ആത്മാവിൽ ഇന്ന് രാത്രി സ്വീകരിക്ക്. നിന്റെ തലമുറ എവിടെയായിരിക്കുന്നു, നിന്റെ കുടുംബം എവിടെയായിരിക്കുന്നു, അവിടെ ശത്രു തൊടാതെ ദൈവത്തിന്റെ ദൂതന്മാർ. എനിക്ക് ആ വാക്യം വേണം. ആ വചനം എന്റെ ഉള്ളിൽ തീ പോലെ കത്തുന്നു. പുറപ്പാട് 14:19 മക്കളെ വേഗം വിട്ടോ, വേഗം വായിച്ചു. അനന്തരം ഇസ്രായേലിയരുടെ വായിച്ചു മക്കളെ. അനന്തരം ഇസ്രായേലിയരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. എവിടെ നടന്നു? അപ്പൊ ചെങ്കടലിലോട്ട് കടന്നപ്പോ ദൂതൻ എവിടെയായിരുന്നു? പറ മക്കളെ. മുന്നിൽ. ഫറവോന്റെ ആരാവാരം മുഴുങ്ങിയപ്പോ ദൂതൻ എവിടെ വന്നു? അങ്ങനെയാണെങ്കിൽ എവിടെ ശത്രു നിനക്കെതിരെ അയ്യം വിളിക്കുന്നോ അവിടെ ഇന്ന് രാത്രി ദൂതൻ ഇറങ്ങി വരാൻ പോകുക. ദൂതന്റെ സാന്നിധ്യം ഇറങ്ങാൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൂത സാന്നിധ്യം ഇന്ന് രാത്രി വിശ്വസിക്കുന്നു. എവിടേക്കോ വെല്ലുവിളിക്കുന്ന അന്ധകാര വ്യാപാര ശക്തികൾ ഇന്ന് രാത്രി മുട്ടുമടക്കുമാറ് ദൈവദൂതന്മാർ മുൻപിലും പുറകിലും ഇന്ന് രാത്രി ഇറങ്ങട്ടെ. സമയല്ലേ? യെശയ്യാ 14 വേഗെടുത്തു. യെശയ്യാ 14:12 ഇട്ട് തന്നാ മതി മക്കളെ, വേഗം ഞാൻ വായിക്കാം. യെശയ്യാ 14:12 അരുണോദ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തുനിന്ന് വീണു? ശിവോദേ, ഞാൻ കാര്യം പറഞ്ഞോട്ടെ. ആ യുദ്ധത്തിലെ അവനെ വെട്ടുകൊണ്ട് അവൻ എവിടെ വീണു? ആകാശത്ത് വീണു.
എല്ലാരും പറ. വെട്ടുകൊണ്ട് അവൻ എവിടെ വീണു? നിലത്ത് വീണു. അങ്ങനെയാണെങ്കിലേ കൂടുതൽ ഞങ്ങളുടെ തോളലൊട്ടൊന്നും കേറണ്ട പിശാചെ, നീ താഴേക്ക് വീണവനാ, നീ താഴെ വീണവനാ. നീ കൂടുതലൊന്നും കേറണ്ട. പറ പറ പറ. നീ കൂടുതലൊന്നും കേറണ്ട. നീ താഴെ വീണവനാ. ഞങ്ങളുടെ അപ്പം നിന്നെ വെട്ടിയതാ, ഞങ്ങളുടെ കർത്താവ് നിന്നെ വെട്ടിയതാ. അവൻ അവിടെ എങ്ങനെ ആകാശത്ത് വീണു? ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ നീ എങ്ങനെ വീണു? എനിക്ക് ഈ വാക്യത്തിന് വേണ്ടിയാ ഞാൻ അവസാനം വന്നേ. വായിച്ച ദൈവാസനെ, ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? അവ എന്തുകൊണ്ടു? ഒരു ഭയങ്കര ഗുണ്ട ഈ കൊച്ചിയിലുണ്ടായിരുന്നു. അയാളുടെ ശരീരത്ത് മുഴുവൻ എന്തായിരുന്നു? പറ, നിങ്ങൾ വേഗം പറ. വെട്ടുകൊണ്ട പാടായിരുന്നു. അവൻ നല്ല ഗുണ്ടയാണോ മോശം ഗുണ്ടയാണോ? നിങ്ങളെല്ലാം കൂടി തമ്മി നോക്കാതെ, ഈ ഒരു ഗുണ്ട ഇവിടെ ഉണ്ടായിരുന്നു, ഒരു വലിയ ഗുണ്ട ഉണ്ടായിരുന്നു. അവന്റെ ശരീരത്ത് മുഴുവൻ എന്തായിരുന്നു? വെട്ടുകൊണ്ട പാട്. അവൻ നല്ല ഗുണ്ടയായിരുന്നു, ചീത്ത ഗുണ്ടയായിരുന്നു? കുറച്ചു പേര് പറയുന്നു നല്ല ചീത്ത ഗുണ്ടേ. നിങ്ങൾ പറ, എന്തെങ്കിലും ഒന്ന് പറ. സജു പറ, അത് നല്ല ഗുണ്ടയാണോ ചീത്ത ഗുണ്ടയാണോ? ചീത്ത ഗുണ്ട. എന്താ കാര്യം? നല്ല ഗുണ്ടെന്ന് പറഞ്ഞിട്ട് ശരീരം മൊത്തം വെട്ടുകൊണ്ട് നിൽക്കുന്ന ഇവൻ ഏത് ഗുണ്ടേ? ഇവൻ നല്ല ഗുണ്ടയാണെങ്കിൽ മറ്റുള്ളവരുടെ മേത്ത് മുറിവുണ്ടാകണം, ഇവന്റെ മേത്തൊന്നും ഉണ്ടാകരുത്, മുറിവുണ്ടാകരുത്. നമ്മളെ ഈ പല്ലളിച്ച് കാണിക്കുന്ന ഈ പുള്ളിയുടെ ദേഹത്ത് മുഴുവൻ മുറിവാ. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി, അവനുമായിട്ട് ചെറിയ അലയൻസ് ഉള്ളവർ ഇന്നിവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവനിട്ട് വെട്ടുകൊണ്ട കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ വെട്ടാനിരിക്കുന്ന പോലെയായിരിക്കുന്നത്. എന്തായാലും എനിക്കിന്ന് രാത്രി വിടുതൽ വേണം. ഒരു കാര്യം ഞാൻ പറയാം, വെട്ടുകൊണ്ടവനാ ലൂസിഫർ. ഒരു ആമേൻ എന്ന് പറഞ്ഞോ. അതുകൊണ്ടാ പറയുന്നത്, നീ എങ്ങനെ വെട്ടേറ്റു നിലത്തു വീണു? നീ എങ്ങനെ വെട്ടേറ്റ് നിലത്തു വീണു? ഞാൻ സ്വർഗത്തിൽ കയറും. എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. മോനെ നിർത്തി, മതി. 12:9 വെളിപ്പാട് 12:9. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പൊ അവരൊറ്റക്കല്ല പോകുന്നത്. ഈ നല്ല കർത്താവിനോട് സ്തോത്രം പറഞ്ഞേ. അപ്പൊ ഇടക്കിടക്ക് കൊഴിഞ്ഞു പോകുന്നെങ്കിൽ പേടിക്കൊന്നും വേണ്ട, കൂടെ ഉള്ളതൊക്കെ പോകും. ഊരല്ലില്ലെന്ന് പറഞ്ഞ് ഊരല്ലില്ലെന്ന് പറ. അപ്പൊ അവരെവിടേക്കാ പോന്നേ? ഭൂമിയിലേക്ക്. എവിടേക്കാ പോന്നേ? ഭൂമിയിലേക്ക്. കഴിഞ്ഞ ദിവസം ആരോ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ വീട് വിറ്റ് പോകാൻ പോവുകയാണെന്ന്. എന്നാ പറ്റി? അവിടെ ഭയങ്കര പോരാട്ടം. എന്റെ പൊന്നച്ചാ, പോണെങ്കിൽ ചന്ദ്രനിൽ പോണം. അതാണ്ട് ഭൂമിയിലെല്ലാം അവനുണ്ട്. അടുത്തിരിക്കുന്ന ആളിനോട് പറ, അവൻ എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് ജീവിക്കുന്നിടത്ത് ജയിച്ച് ജീവിക്കുക. ആരോ വീട് മാറാൻ പ്ലാനുമായിട്ട് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. നിന്നോടാണ് ദൂത്. ഈ സ്തോത്രം താമസിക്കണമെങ്കിൽ വല്ല എവിടെ പോണം? ചന്ദ്രനിൽ പോയി. അവിടെ ഉണ്ട്. ആകാശത്തിലുണ്ടെന്നാ പറയും. എന്തായാലും ഭൂമിയിലെ ഈ വീട് വിട്ടിട്ട് അവിടെ പോയാൽ അവിടെ അവനുണ്ട്. 2 20:1 3 20:1 അനന്തരം ദൂതൻ അഗാധത്തിന്റെ 2 ഭൂമിയിലേക്ക് മാത്രമല്ല തള്ളിയത്, പിന്നെ എവിടേക്ക്? അഗാധത്തിലേക്ക്. ഒരു എവിടെ കയറാനായിരുന്നേ? സ്വർഗത്തിൽ കയറാനിരുന്നവനെ അടിത്തട്ടിലോട്ട് താഴ്ത്തി, ഒരു അഗാധത്തിലേക്ക് താഴ്ത്തി. സ്തോത്രം പറ. ഇന്നെല്ലാരും എനിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. നല്ല വെട്ടുന്നേ. ഈ വെട്ടം കൊണ്ട് അവൻ ഇന്ന് മുറിവേക്കണം. 20:10 കൂടി വായിച്ചോ. അവനെ അഗാധത്തിലേക്ക് താഴ്ത്തി. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധകപ്പൊയ്യിലേക്ക് തള്ളിക്കളഞ്ഞു. അവസാനം എവിടേക്കിടും? അപ്പൊ ഭൂമിയിലേക്ക് തള്ളി, അഗാധ ഗർത്തത്തിലേക്ക് തള്ളി, 3 ഗന്ധകത്തിയിലേക്ക്. നിന്നെ ഞങ്ങൾ തീയിടും. ഒരു അല്ലെന്ന് പറഞ്ഞ് നമ്മൾ എന്തിടും?
തീയിടും. ഒരല്ലലും എന്ന് പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആളോട് പറ 3 കാര്യം. 1 ഭൂമിയിലേക്ക് തള്ളി, 2 അഗാധഗർത്തത്തിലേക്ക് തള്ളി, 3 തീക്കരയാക്കും. ആരെ? ഷാജിനെ. ജയമാർക്ക, ജയം നമുക്ക. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കണ്ണുകടയ്ക്കാം. പിശാച് മോശയുടെ ആമേൻ ശരീരത്തെ കുറിച്ച് പ്രധാന ദൂതനായ മീഖായേൽ തർക്കിച്ച് വാദിച്ചു. ഒരു നിമിഷം കണ്ണടച്ചേ, കരം നെഞ്ചോട് ചേർത്ത് വെച്ച് ഇന്ന് രാത്രി പറ, എന്റെ എല്ലാ വഴികളിലും ദൂതന്മാർ കാവലുണ്ടാകട്ടെ. ഞങ്ങളുടെ തലമുറ പോകുന്നിടത്ത് ദൂതന്മാർ കാവലുണ്ടാകട്ടെ. എന്റെ ഭവനത്തിന് ചുറ്റും ദൂതന്മാർ കാവലുണ്ടാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഇന്ന് രാത്രി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വിരോധവും പ്രതികൂലമായി നിൽക്കുന്ന എല്ലാ ഇടങ്ങളിലും ദൂത സാന്നിധ്യത്തോടെ നിൽക്കാൻ, ഞങ്ങളുടെ മുൻപിലും പുറകിലും ജയത്തോടെ നിൽപ്പാൻ ഞങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നു. അതിനായി നിന്റെ ജനത്തെ അനുഗ്രഹിച്ചാട്ടെ. അവരെ ഈ ബലത്തോടെ പറഞ്ഞഴച്ചാട്ടെ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ, സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും സഭയോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ആമേൻ. യേശുവേ വരണമേ. നാളെ വൈകിട്ട് കൊല്ലത്ത് വെച്ചാണ് കൺവെൻഷൻ. നിങ്ങളെല്ലാവരും യാത്രയെ വഹിച്ചുകൊണ്ടും ആ മീറ്റിങ്ങിനെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.